ಅವರಿಗೆಲ್ಲರೂ ಕೈಗಳನ್ನು ತಟ್ಟಿ ಅವರನ್ನು ಬರಮಾಡಿಕೊಳ್ಳ. ഇവിടെ മലയാളം കൂടുതൽ മലയാളം പറഞ്ഞു കന്നഡത്തിൽ പറ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകും. ಕರ್ತನ ಪರಿಶುದ್ಧ ನಾಮ ಮಹಿಮೆ ಹೊಂದಲಿ. ನಾವೆಲ್ಲ ದಯಮಾಡಿ ಕುರಿತುಕೊಳ್ಳೋಣ. ಈ ಸಮಯದಲ್ಲಿ ഇവിടുത്തെ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഈ സഭಯಲ್ಲಿ ಇರುವಂತ ಐಕ್ಯತೆಯಲ್ಲಿ എനിക്ക് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ಈ ರೀತಿಯಾಗಿ ಬರಲಿಕ್ಕೆ എന്നെ ക്ഷണിച്ച ബഹുമാനരായ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ನನ್ನನ್ನು ಪ್ರತ್ಯೇಕವಾಗಿ ಕರೆದಂತ ಪಾಸ್ಟರ್ ದೇವರ ದಾಸನ ಕುಟುಂಬಕ್ಕೂ ಕೃತಜ್ಞತೆ ಉಳ್ಳವನಾಗಿದ್ದೇನೆ. അവരെ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളവരാണ്. അവർ ಅನೇಕ ವರ್ಷಗಳಿಂದ ಅವರು ನನಗೆ ಪರಿಚಯಸ್ಥರು. അവരോട് ഒന്നിച്ച് അവരന്ന് സുവിശേഷ വേലയിൽ ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവരെ അങ്ങനെ കണ്ടതിൽ വളരെ വലിയ സന്തോഷം. ಆವತ್ತಿನ ದಿನಮಾನಗಳಲ್ಲಿ ಅವರು ಸುವಾರ್ತೆ ಸೇವೆಗಳಲ್ಲಿ ಇಲ್ಲದಿದ್ದರು ಈ ದಿನಮಾನಗಳಲ್ಲಿ ಅವರನ್ನು ಸುವಾರ್ತೆ ಸೇವೆಯಲ್ಲಿ ಕಾಣುವುದರಿಂದ ನನಗೆ ಬಹಳ ಸಂತೋಷ. അവരുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഓർക്കുന്നു. ಅವರ ತಂದೆ ತಾಯಿಗಳು ಅವರ ಬಂಧು ಮಿತ್ರರನ್ನು ನಾವು ನೆನೆಸಿಕೊಳ್ಳುತ್ತೇವೆ. ഇവിടെയുള്ള പ്രതിയൊಂದು വിശ്വാസികളെ ഓർത്ത് ಇಲ್ಲಿರುವಂತಹ ಪ್ರತಿಯೊಂದು ವಿಶ್ವಾಸಿಗಳನ್ನು ನೆನೆಸಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ಇದೊಂದು ಅನುಗ್ರಹದಿಂದ ಇರುವಂತಹ ಒಂದು ಪ್ರಾರ್ಥನೆ ಕೂಟ ಎಂಬುದಾಗಿ നിങ്ങളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ನೀವು ಬಹಳ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟವರು. നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ದೇವರು ನಿಮ್ಮನ್ನು ಕರೆ ತಂದಿದ್ದಾನೆ. എനിക്ക് തോന്നുന്ന ഈ സഭ നല്ല ഒരു ദർശനം തോന്നുകയല്ല, ഒരു ദർശനമുള്ള സഭയാണ്. ಇದೊಂದು ದರ್ಶನ ಇರುವಂತ ಸಭೆ ಆಗಿದೆ. ഇവിടെ ധാരാളം പേര് ഇവിടെ പിന്നെയും കടന്നു വരട്ടെ. ಇನ್ನು ಅನೇಕ ಜನರು ಇಲ್ಲಿ ಬರಲಿಕ್ಕಿದ್ದಾರೆ. ഈ ദേവദാസനെയും കുടുംബത്തെയും അവരുടെ മക്കളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ದೇವರ ದಾಸನನ್ನು ಕುಟುಂಬವನ್ನು ಮಕ್ಕಳನ್ನು ದೇವರು ಅಭಿವೃದ್ಧಿ ಆಗಿ ಮಾಡಲಿ. ഈ ദേശത്ത് ഇതൊരു മഹത്വകരമായി ഈ സഭ തീരട്ടെ. ಇದು ಈ ಪಟ್ಟಣದಲ್ಲಿ ಒಂದು ಮಹತ್ಕರವಾದ ಒಂದು ಸಭೆಯಾಗಿ ಮಾರ್ಪಡಲಿ. അങ്ങനെ എൻ്റെ പേര് ജോസ് എന്ന് പറഞ്ഞല്ലോ. ನನ್ನ ಹೆಸರು ಜೋಸ್ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರು. ഭാര്യ മേഴ്സി. ನನ್ನ ಹೆಂಡತಿ ಹೆಸರು ಮರ್ಷಿ ಎಂಬುದಾಗಿ. 2 ആൺമക്കള്, അവര് കല്യാണം കഴിഞ്ഞു, 4 കൊച്ചുമക്കളും ഉണ്ട്. 2 ಗಂಡು ಮಕ್ಕಳು, ಅವರಿಗೆ ಮದುವೆ ಆಗಿ 4 ಮೊಮ್ಮಕ್ಕಳು ಇದ್ದಾರೆ. ഞാൻ 1986 കർണാടകയിൽ വന്നതാണ്. ನಾನು 1986 ಕರ್ನಾಟಕದಲ್ಲಿ ಬಂದೆ. ഹൂബ്ലി മുതൽ ബാംഗ്ലൂർ വരെയുള്ള സ്ഥലങ്ങളിൽ പല വർഷങ്ങളിലായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ಹುಬ್ಬಳ್ಳಿಯಿಂದ ಬ್ಯಾಂಗ್ಳೂರು ವರೆಗೂ ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಕರ್ತನ ಸೇವೆ ಮಾಡುವನಾಗಿದ್ದೇನೆ. സോമസുന്ദരപാളയം എന്ന് പറയുന്ന സ്ഥലത്ത് HSR ലേഔട്ടിന്റെ ഇപ്പുറം ഒരു ഫസ്റ്റ് സ്റ്റേജ് സോമസുന്ദരപാളയത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. HSR ಲೇಔಟ್ ಸೋಮಸುಂದರಪಾಳ್ಯದಲ್ಲಿ ನಾನು ಸೇವೆ ಮಾಡುವನಾಗಿದ್ದೇನೆ. ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ പോലെ കുറച്ച് പേരെ ദൈവം അവിടെ തന്നിട്ടുണ്ട്. ದೇವರು ನಿಮ್ಮ ಇಲ್ಲಿ ಹಾಗೆ ನಮಗೆ ಅಲ್ಲಿ ಸ್ವಲ್ಪ ಜನರನ್ನು ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ഞങ്ങളെയൊക്കെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ನಮ್ಮನ್ನು ನೆನೆಸಿಕೊಂಡು ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ನೆನಪಿಸಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕಾಗಿಯೇ ನಾನು ಈ ಕಾರ್ಯವನ್ನು ಹೇಳಿದೆ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വചനം വായിക്കാം. ಇವತ್ತಿನ ಚಿಂತನೆಗಾಗಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದೋಣ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്കൊരു വചനം വായിക്കാം. ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. അതായത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം, സോറി 3 കേട്ടോ, അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യവും 23-ാം വാക്യവും ഒരാൾ വായിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ആറിൻ്റെ 22. ഓക്കെ, നമ്മൾ ഈ വായിച്ച വേദഭാഗ്യം കന്നഡയിലല്ലേ വായിച്ചത്? അച്ഛാ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ಎಲ್ಲರಿಗೆ ಅರ್ಥವಾಯಿತು ಎಂಬುದಾಗಿ ನಾನು ಎನಿಸುತ್ತೇನೆ. നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ಕಣ್ಣು ದೇಹಕ್ಕೆ ದೀಪವಾಗಿದೆ. ಕಣ್ಣು ಸರಿಯಾಗಿದ್ರೆ ನಮಗೆ ಎಲ್ಲ ನೆಟ್ಟಗಿದ್ದರೆ ಅದು ದೇಹಕ್ಕೆ ಬೆಳಕಾಗಿರುತ್ತದೆ. നമ്മുടെ ഈ കാണുന്ന കണ്ണിന്റെ കാര്യമല്ല, ನಾವು ನೋಡುವಂತ ಕಣ್ಣಿನ ಕಾರ್ಯ ಅಲ್ಲ. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ನಮ್ಮ ಒಳಗೆ ಒಂದು ಕಣ್ಣಿದೆ. അകത്തെ മനുഷ്യനൊരു കണ്ണുണ്ട്. ಆ ಒಳಗಿರುವಂತ ಮನುಷ್ಯನಿಗೆ ಒಂದು ಕಣ್ಣಿದೆ. അത്തരം കണ്ണുള്ളവർക്ക് ദൈവത്തിന്റെ വേലയെക്കുറിച്ചും സഭയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടുണ്ടാകും. ಆ ರೀತಿ ಆ
ಆತ್ಮಿಕ ಕಣ್ಣಿರುವವರಿಗೆ ಸೇವೆಯ ಕುರಿತು ಸಭೆಯ ಕುರಿತು ಒಂದು ಕಾಳಜಿ ಇರುತ್ತದೆ. നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. ನಮಗೆ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದ ಒಂದು ಕಾರ್ಯವೆಂದರೆ ರಕ್ಷಣೆ ಎಂಬುದಾಗಿ. ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടെങ്കിൽ അത് രക്ഷയാണ്. ಅದೇ ಮೇಲಾದ ಕಾರ್ಯವೇನೆಂದರೆ ರಕ್ಷಣೆ ಎಂಬುದಾಗಿ. രക്ഷ പോലെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പോലെ ರಕ್ಷಣೆ ಹೊಂದುವ ರೀತಿಯಲ್ಲಿ അത്രയും വലിയൊരു കാര്യം ഭൂമി വേറെ ഒന്നുമില്ല. ಈ ಲೋಕದಲ್ಲಿ ಭೂಮಿಯಲ್ಲಿ ಬೇರೊಂದು ഒന്ന് ಕಾರ್ಯವಿಲ್ಲ. സ്തോത്രം ചെയ്താട്ടെ ദൈവങ്ങളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ತೀತನ ಪ್ರವಾದನೆ ಪುಸ್ತಕ 2ನೇ ಅಧ್ಯಾಯ 11ನೇ ವಾಕ್ಯ 11 സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ಸಕಲ ಮನುಷ್ಯರನ್ನು ರಕ್ಷಣೆ ಹೊಂದುವುದಕ್ಕಾಗಿ ದೇವರು ಆಯ್ದುಕೊಂಡರು. കാരണം രക്ഷ അത്ര വലിയൊരു മഹത്തായ കാര്യമാണ്. ರಕ್ಷಣೆ ಅದು ಬಹಳ ಮಹತ್ತಾದ ಕಾರ್ಯ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ಇಲ್ಲಿ ನಾವು ಅರ್ಥ നമ്മുടെ പ്രസംഗമല്ല നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നത്. ನಮ್ಮ ಪ್ರಸಂಗ ಅಲ್ಲ ನಮ್ಮನ್ನು ಪರಲೋಕಕ್ಕೆ ಕೊಂಡೊಯ್ಯುವುದು. നമ്മുടെ മറ്റ് ആസ്തിപാസ്തികളല്ല നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നത്. ನಮ್ಮ ಆಸ್ತಿ ಪಾಸ್ತಿಗಳು ನಮ್ಮನ್ನು ಪರಲೋಕಕ್ಕೆ നമ്മുടെ ಕೊಂಡೊಯ್ಯುವುದು. കുടുംബസ്ഥിതിയല്ല സ്വർഗ്ഗത്തിൽ ನಮ್ಮ ಕುಟುಂಬದ ಸ್ಥಿತಿಗಳು ನಮ್ಮನ್ನು ಪರಲೋಕಕ್ಕೆ ಕೊಂಡೊಯ್ಯುವುದು. നമ്മുടെ ജീവിതമാണ് സ്വർഗ്ഗത്തിൽ ನಮ್ಮ കൊണ്ടുപോകുന്നത്. ಜೀವಿತವ ಪರಲೋಕಕ್ಕೆ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ട് നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ನಮ್ಮ ಕಣ್ಣು ಎಂಬುದಾಗಿ നമ്മുടെ കാഴ്ചപ്പാടാണത്. ಅದು ನೋಟವಾಗಿದೆ. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ಆ ಕಾರ್ಯವಿರುವಂತ ഒരു ദൈവ പൈതലിനെ ದೇವ സംബന്ധിച്ചിടത്തോളം ಮಗುವನ್ನು അതാണ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ ഘടകം. ಅದೇ ಸ್ವರ್ಗಕ್ಕೆ ಕರ್ಕೊಂಡು ಹೋಗುವ ಒಂದನೇ ಕಾರ್ಯ. അന്ന് ഇവിടെ വായിക്കുന്നു, ಇಲ್ಲಿ ನಾವು ಓದ್ತೀವಿ. അത് 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 23ನೇ ವಾಕ್ಯವನ್ನು ಓದುವಾಗ കന്നഡയിലോ, ನಿನ್ನ ಕಣ್ಣು ಕೆಟ್ಟದಾಗಿದ್ದರೆ ನಿನ್ನ ದೇಹವೆಲ್ಲ ಕತ್ತಲೆ ಆಗಿರುವುದು. ಹಾಗಾದರೆ ನಿನ್ನೊಳಗಿರುವ ಬೆಳಕು ಕತ್ತಲೆಯಾದರೆ ಆ ಕತ್ತಲು ಎಷ್ಟು ಬೇಕು, ಎಷ್ಟನ್ನ ಬೇಕು. ആ കത്തല ಎಷ್ಟು ದೊಡ್ಡದು, ആ ഇരുട്ട് എത്ര ഭയങ്കരമായി. ಆ ಕಾರ್ಗಚ್ಚಲು ಎಷ್ಟು അപ്പൊ ದೊಡ್ಡದಾಗಿರುತ್ತದೆ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ನಮ್ಮ ಜೀವಿತ ಅಂದರೆ നമ്മൾ രക്ഷിക്കപ്പെട്ടു, ರಕ್ಷಣೆ ಹೊಂದಿದ್ದೀವಿ, നമ്മള് കർത്താവിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നവരാ. ಕರ್ತನಲ್ಲಿ ಆನಂದಪಟ್ಟು ಸಂತೋಷಿಸಿ. ഏത് സമയത്ത് ഇതൊരു പോരാട്ടമുള്ള ജീവിതമാണെന്നും കൂടെ ಎಲ್ಲಾ ಸಮಯದಲ್ಲಿ ನಮಗೊಂದು ಹೋರಾಟದ ഒരു ಜೀವಿತವಾಗಿದೆ. വിശ്വാസിക്ക് പോരാട്ടമുള്ളൂ. ಒಂದು ವಿಶ್ವಾಸಿಗೆ ಹೋರಾಟ ഒരു ಇದೆ. പാപിയുടെ മുമ്പിൽ പോരാട്ടമായിട്ട് വിചാരിച്ചില്ലേ. ಪಾಪಿಗಳ ಮುಂದೆ ಯಾವತ್ತೂ ಹೋರಾಟ ಇಲ್ಲ. അപ്പൊ നമ്മൾ ನಾವು ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ಹೀಗೆ കാലത്ത് ಸಂತೋಷವಾಗಿ ಜೀವಿಸುವ ಸಮಯದಲ್ಲಿ നമുക്ക് ചിലപ്പോ ചില തോന്നലുകളുണ്ട്. ಕೆಲವು ಕಾರ್ಯಗಳು ನೆನೆಸುತ್ತೀವಿ. നമുക്ക് അയ്യോ വേറെ ലൗകികമായ ചില കാര്യങ്ങൾ ಲೌಕಿಕವಾದ ಕೆಲವು ಕಾರ್ಯಗಳನ್ನು ನೆನೆಸ್ತೀವಿ. അങ്ങനെ വരുമ്പോ ಹಾಗೆ ಬರುವಾಗ നമ്മുടെ കാഴ്ച അങ്ങ് നഷ്ടപ്പെടുകയാണ്. ನಮ್ಮ ಕಣ್ಣಿನ ನೋಟು ಅದು ಕಡಿಮೆ ಆಗ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಗೊಳ್ಳುತ್ತದೆ. നിങ്ങളിലുള്ള വെളിച്ചം ನಿಮ್ಮೊಳಗಿರುವಂತ ಬೆಳಕು ഇരുട്ടായ ಕಾರ್ಗಚ್ಚಲಾದ್ರೆ എത്ര ഭയങ്കര ഇരുട്ടായി. ಅದೊಂದು ದೊಡ್ಡ ಕಾರ್ಗಚ್ಚಲಿಯಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. യേശു കർത്താവിന്റെ ഉത്തമ ശിഷ്യനായിരുന്നു യൂദ. ದೇವರ ಬಹಳ ಉತ್ತಮವಾದ ಶಿಷ್ಯನು ಯೂದನು. യൂദ നല്ല അറിവുള്ള ആളായിരുന്നു. ಯೂದನು ಬಹಳ ತಿಳುವಳಿಕೆ ಇದ್ದ ವ್ಯಕ್ತಿ. കണക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ಲೆಕ್ಕಾಚಾರಗಳೆಲ್ಲ ಗೊತ್ತಿತ್ತು. അതാണ് ആ പുള്ളിനെ ഇങ്ങനെ കാഷ്യറായിട്ടൊക്കെ കൊണ്ടുനടന്നത്. ಆದ್ರೆ ಆ ವ್ಯಕ್ತಿಯನ್ನು ಆ ರೀತಿ ಎಲ್ಲ ಕರ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ರು. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് ಒಂದು ಕ್ಷಣದಲ್ಲಿ കാഴ്ച നഷ്ടപ്പെട്ടു. ಆ ಕಣ್ಣಿನ ಕಣ್ಣು ಮಂದವಾಗ್ಲಿಕ್ಕೆ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ಆ ಕಣ್ಣಿನ ನೋಟ ಮಂದವಾಗ್ಲಿಕ್ಕೆ ഒരു 30 വെള്ളിക്കാശിന് വേണ്ടി 30 ಬೆಳ್ಳಿ ಹಣಕ್ಕಾಗಿ കാഴ്ച നഷ്ടപ്പെട്ട യൂദ അന്ത്യം എവിടെ ചെന്ന് അവസാനിച്ചു? ಅಂತ್ಯದಲ್ಲಿ ಸಂಭವಿಸಿತು. സമാധാനം നഷ്ടപ്പെടുന്നു. ಸಮಾಧಾನವು ನಷ್ಟಪಟ್ಟಿತು. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റിയാ, ನಮ್ಮ ಕ್ರೈಸ್ತ ಜೀವಿತದ ಗುರಿ ತಪ್ಪಿದರೆ, അകത്തുള്ള ഈ വിളക്ക് കെട്ടുപോയാ, ಆ ಒಳಗಿರುವಂತ ದೀಪ ನಂದಿ ಹೋದರೆ അത് ജീവിതം ഭയങ്കര ഇരുട്ടായി ಅದು മാറുക. ಜೀವಿತವು ಬಹಳ ಕಾರ್ಗಚ್ಚಲಾಗಿ ಹೋಗುತ್ತದೆ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ಕಣ್ಣಿನ ನೋಟ ನಷ್ಟಪಡಿಸಬಾರದು. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോകുക. ದೇವರ ಮುಂದೆ ಇರುವಂತ ಪ್ರಕಟಣೆ ನಷ್ಟವಾಗಬಾರದು. അവസാന യൂദായിക്ക് സമാധാനം നഷ്ടപ്പെടുന്നു. ನಂತರ ಯೂದನಿಗೆ ಸಮಾಧಾನ ನಷ್ಟಪಟ್ಟಿತು. അങ്ങനെ ഓടി നടക്കുക. ಹಾಗೆ ಓಡಿ ನಡಿಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. ഇത് ഒരു മുഴം കയറേ കെട്ടി ഞാൻ അവസാനം ಒಂದು ಮೊಳಕ ಹಗ್ಗದಲ್ಲಿ ತನ್ನ ನೇಣು ಹಾಕೊಂಡು ತನ್ನ ಜೀವವನ್ನ ಕಳ್ಕೊಂಡ್ರು. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ, ಕಣ್ಣಿನ ಅದರ ನೋಟ ನಷ್ಟಪಟ್ಟಾಗ, ആത്മീയത്തിൽ നിന്നും വ്യതിചലിച്ചു പോയപ്പോൾ, ಆತ್ಮಿಕ ಜೀವಿತದಿಂದ ಗತಿ
ಇಲ್ಲದೆ ಹೋದಾಗ അപ്പോൾ അവസാനിച്ചത് അങ്ങനെയാണ്. ಹಾಗೆ ಅಂತ್ಯವು ಬಂತು. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ನಮ್ಮ ಕ್ರೈಸ್ತ ಜೀವಿತ നല്ല കാഴ്ചപ്പാടോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ಒಳ್ಳೆ ಕಣ್ಣಿನ ನೋಟದೊಂದಿಗೆ ನಾವು ಮುಂದೆ ಹೋಗೋಣ. മാർക്കോസിന്റെ സുവിശേഷം 4-21 വാക്യം കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. ಮಾರ್ಕನ ಸುವಾರ್ತೆ 4ನೇ ಅಧ್ಯಾಯ മാർക്ക് 4:21 വായിക്കാം. 4:21. വേഗം വായിക്കണേ. മലയാളത്തിൽ വായിക്കാമോ ഒരാൾക്ക്? വിളക്ക് കത്തിച്ച് ಬೆಳಕು ಹತ್ತಿಸಿ നമ്മുടെ ഈ കണ്ണുണ്ടല്ലോ, ഈ വിളക്ക് കത്തിച്ച് ಬೆಳಕನ್ನು ಹತ್ತಿಸಿ ഈ കാഴ്ചപ്പാട് ನೋಟಕ್ಕೆ അത് ആരേലും വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ കൊണ്ടുപോകും. ಯಾರು ಮಂಚದ ಕೆಳಗೆ ಇಡುವುದಿಲ್ಲ. ദൈവമക്കളെ, നമുക്കറിയാം പറയുന്ന അറിയാമല്ലോ. അതിന്റെ കീഴിൽ ആരും വിളക്ക് കൊണ്ടുപോകും. ಮಂಚದ ಅಡಿಯಲ್ಲಿ ಯಾರು ಬೆಳಕಿಡಲ್ಲ. നമ്മൾ ഉദ്ദേശിക്കുന്ന പറയല്ല, ನಾವು ಉದ್ದೇಶಿಸುವಂತ ಮಂಚ ಅಲ್ಲ. പറയുന്ന അളക്കുന്ന ഒരു സാധനം, ಅಳೆಯುವಂತ ಒಂದು ಸಾಧ್ಯ. ഇങ്ങനെ സമ്പത്തുകൾ അളക്കുന്ന ഒരു സാധനം, ಸಂಪತ್ತನ್ನು ಅಳತೆ ಮಾಡುವಂತ ಕಾರ್ಯ. പണ്ടുള്ളവർ നെല്ല് ഇങ്ങനെ പറയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ അളന്നളന്ന് ನೆಲ್ ಬೆತ್ತ ಅಳೆಯುವಂತ ಒಂದು ಕಾರ್ಯ. അതുകൊണ്ട് ഇതൊരു ധനത്തെ കാണിക്കുന്ന, ಇದೊಂದು ಧನವನ್ನು ತೋರಿಸುವಂತ ಕಾರ್ಯ. നമ്മുടെ കാഴ്ചപ്പാട്, ನಮ್ಮ ನೋಟ ഒരിക്കലും ಒಂದು ಸಾರಿಯೂ ഈ ധനത്തിന്റെ അടി കൊണ്ടുവെക്കരുത്. ಧನದ ಅಡಿಯಲ್ಲಿ ತಗೊಂಡು ಬಂದಿರುವ ദൈവമാണ് ധനം തരുന്നത്. ದೇವರು ಐಶ್ವರ್ಯವನ್ನು ಕೊಡುವನು. നമ്മൾ എത്ര ഉത്സാഹിച്ചാലും ഇല്ലെങ്കിലും ಅದನ್ನ ಎಷ್ಟು ಪ್ರೋತ್ಸಾಹಿಸಿದರೂ സമയം വരുമ്പോൾ ധനം തന്നുകൊണ്ടിരിക്കും. ದೇವರು ಧನವನ್ನು ಕೊಡುವರಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മീയം കളഞ്ഞ് ധനത്തിന് പോകരുത്. ಆತ್ಮಿಕ ಜೀವಿತದಲ್ಲಿ ಐಶ್ವರ್ಯದ ಹಿಂದೆ ಹೋಗಬಾರದು. സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ಒಂದನೇ ಸ್ಥಾನ ದೇವರಿಗೆ ಕೊಡಬೇಕು. Seek ye first the kingdom of God. ಆಚನೆ ರಾಜಾಧಿರಾಜನಾಗಿದ್ದಾನೆ. അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ദൈവം തരും. ಆಚನೊಂದಿಗೆ ನೀವು ಹೋಗುವಾಗ അവിടെ ദൈവമക്കളെ വെളിപ്പാട് നഷ്ടപ്പെടുത്തി ധനത്തിന്റെ പുറകെ പോകരുത്. ಪ್ರಕಟಣೆ ಕಳಕೊಂಡು ಧನದ ಹಿಂದೆ ಹೋಗಬಾರದು. അതെ, ഒരിക്കലും ഒരു മനുഷ്യന്, ಒಬ್ಬ ಮನುಷ್ಯನನ್ನು പറഞ്ഞു, അതെ, ഒരാളിന്റെ ആത്മീകം പെട്ടെന്ന് കളയാം. ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಆತ್ಮಿಕ ಜೀವಿತ ಬೇಗನೆ ಕಳಿಬಹುದು. ഒരു കുറച്ച് പൈസ മിച്ചം വന്നാൽ മതി. ಒಂದು ಸ್ವಲ್ಪ ಹಣ ಮಿಕ್ಕಿದ್ರೆ ആ മിച്ചം വന്ന പൈസ അവൻ സ്റ്റോക്ക് ചെയ്ത് കഴിയുമ്പോൾ ಮಿಕ್ಕಿದ ಹಣವನ್ನು ಸ್ಟೋರ್ ಮಾಡಿ അത് ബാങ്കിൽ കൊണ്ടിട്ടാൽ മതി. ಅದು ಬ್ಯಾಂಕ್ ಅಲ್ಲಿ ಹಾಕ್ಬಿಟ್ಟು അത് അടുത്ത നിമിഷം മുതൽ ನಂತರದ ನಿಮಿಷದಲ್ಲಿ അവന്റെ മനസ്സിന്റെ ആഗ്രഹം എന്താണ്? ಮನುಷ್ಯದ ಆಸೆ ಏನು? ആ എമൗണ്ട് മേലോട്ട് കൊണ്ടുവരണം. ಆ ಅಮೌಂಟ್ ಅನ್ನು ಮೇಲೆ ತರಬೇಕು. നല്ല എമൗണ്ട് ആകണം. ಅದು ಒಳ್ಳೆ ಒಂದು ಅಮೌಂಟ್ ಆಗಬೇಕು. അവന്റെ ചിന്ത മുഴുവൻ അങ്ങോട്ടായി. ಆ ಚಿಂತೆ ಎಲ್ಲ ಅದರ ಮೇಲೆ. ആത്മീയം ഒന്ന് ഇച്ചിരി കുറഞ്ഞാലും, ಆತ್ಮಿಕ ಜೀವಿತ ಕಡಿಮೆ ಆದರೂ ചിന്തയെല്ലാം മറ്റിടത്തോട്ടായി. ಆ ಚಿಂತನೆ ಎಲ್ಲ ಅದರ ಮೇಲೆ. സഭായോഗത്തിന് വന്നില്ലെങ്കിൽ പോലും, ಸಭೆಯ ಕಾರ್ಯಕ್ಕೆ ಬರದಿದ್ರು ഇച്ചിരി പൈസയുടെ കാര്യത്തിന് വേണ്ടി അവന്റെ മനസ്സ് കടന്ന് കറങ്ങും. ಹಣದ ಕಾರ್ಯಕ್ಕಾಗಿ ಹಣದ ഇങ്ങനെ കുറഞ്ഞു പോകും. ಹಾಗೆ ಆ ರೀತಿ ಕಡಿಮೆ വലിയ കലത്തിനകത്ത് ഒരു പിൻ പോയിന്റ് മതി വെള്ളം ചോർന്നു പോകുക. ಒಂದು ಮಡಿಕೆಯಲ್ಲಿ ಒಂದು ಸಣ್ಣ ಓಟೆ ಇದ್ರೆ ನೀರೆಲ್ಲ അത് ദൈവമക്കളെ അന്നേരം കാണാൻ അറിയത്തില്ല. ಆವಾಗ ನೋಡ್ಲಿಕ್ಕೆ പക്ഷേ ಕಾಣುವುದಿಲ್ಲ. അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ಸ್ವಲ್ಪ ದಿವಸ ಆದ್ಮೇಲೆ കുറഞ്ഞു ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಗಲಿಕ್ಕೆ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ നമുക്ക് ദൈവം പണം തരും. ದೇವರು ನಮಗೆ ಹಣ ಕೊಡುವುದು. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ദൈവത്തിന്റെ ദാസന്മാർ. ತುಂಬಾ ಕಷ್ಟಪಟ್ಟವರು ದೇವರ ದಾಸರು. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. ತುಂಬಾ ಕಷ್ಟಪಟ್ಟವರು. കഷ്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് ಕಷ್ಟದ ಮಧ್ಯದಲ್ಲೂ സ്വർഗ്ഗത്തിലെ ദൈവത്തോട്, ಸ್ವರ್ಗದ ದೇವರೊಂದಿಗೆ, ആ ദർശനത്തോട്, ಆ ದರ್ಶನದೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ദർശനത്തോട് ജീവിക്കുക. ಆ ದರ್ಶನದೊಂದಿಗೆ നിശ്ചയമായി ദൈവം കൈവിടുന്ന ദൈവമല്ല. ನಿಶ್ಚಯವಾಗಿ ದೇವರು ಕೈ ಬಿಡುವ ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരുന്നു. ದೇವರು ನಮಗೆ ಅಗತ್ಯ. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ. ಆಕಾಶದ ಪಕ್ಷಿಗಳನ್ನು ನೋಡಿರಿ. അവ വിതയ്ക്കുന്നു കൊയ്യുന്നു ഒന്നുമില്ല. ಅವರು ಬಿಚ್ಚುವುದಿಲ್ಲ, ಕೊಯ್ಯುವುದಿಲ್ಲ. എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. ಆದರೂ ದೇವರವರನ್ನು ಪೋಷಿಸುವನಾಗಿದ್ದಾನೆ. ദൈവം പുലർത്തുന്ന ദൈവമാണ്. ದೇವರು ಎಚ್ಚೆತ್ತುಕೊಳ್ಳುವಂತ ದೇವರು. ദർശനം പറയുടെ പണത്തിന്റെ കീഴിൽ കൊണ്ടുവെക്കരുത്. ನಮ್ಮ ದರ್ಶನವನ್ನು ಹಣದ ಹಿಂದೆ ಇಡಬಾರದು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി. ನಮ್ಮ ಕರ್ತನು ಬರ್ಲಿಕ್ಕಿದ್ದಾನೆ. കർത്താവ് വരാറായി എന്ന് പറയുന്നതിന് നമുക്ക് പ്രത്യാശ ഉണ്ടാകും. ಆತನ ಕರ್ತನು ಬರ್ಲಿಕ್ಕಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ನಮಗೆ ಎದುರುನೋಟ. കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ಕರ್ತನ ಒಂದು ಕೇಳುವ മരിച്ചവരെല്ലാം രൂപാന്തരപ്പെടും. ಸತ್ತವರೆಲ್ಲ ರೂಪಾಂತರಗೊಳ್ಳುತ್ತಾರೆ. ಅದರಲ್ಲಿരിക്കുന്ന നാമം രൂപാന്തരപ്പെടും. ಜೀವಂತವಾಗಿರುವ ನಾವು ರೂಪಾಂತರವಾಗ್ತೀವಿ. കേൾക്കുമ്പോൾ നമ്മൾ വാനമേഘത്തിലേക്ക് ಆ ತುತ್ತೂರಿ ಕೇಳುವಾಗ ಆತನ ಪರಲೋಕಕ್ಕೆ ನಾವು ಹೋಗ್ತೀವಿ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവ
ദൂതശബ്ദത്തോടും കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കർത്താവ് വരുമ്പോ ಕರ್ತನ ಬರುವಾಗ ഭയങ്കര ഒരു സന്തോഷമാണ്. ದೊಡ್ಡ ಸಂತೋಷವಾಗಿರುತ್ತದೆ. ജീവിതം നശിപ്പിച്ച് കളയാതെ, ಕ್ರೈಸ್ತ ಜೀವಿತ ನಾವು ಹಾಳು പറയുടെ ಮಾಡಿಕೊಳ್ಳದೆ, കീഴിൽ കൊണ്ടുവയ്ക്കാതെ, ಆ ಮಂಚದ ಅಡಿಯಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಳದೆ, അത് സ്വർഗത്തിലെ ദർശനം പ്രാപിച്ച് ಆ ಸ್ವರ್ಗದ ದರ್ಶನವನ್ನು ಎತ್ತುವಾಗ ജീവിച്ചാൽ ಜೀವಿಸಿದರೆ ഒരു മനുഷ്യനെ എപ്പോഴും മരണം അടുത്തുള്ളത്. ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಯಾವಾಗಲೂ ಮರಣವು. 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോ 90ನೇ ಕೀರ್ತನೆ ಓದುವಾಗ അതിന്റെ 12-ാം വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. 12ನೇ ವಾಕ್ಯ ಬೇಗನೆ 12 പെട്ടെന്നൊന്ന് വായിക്കാം. 90ನೇ ಕೀರ್ತನೆ 12ನೇ ವಾಕ್ಯ. ആ എന്റെ ദൈവമേ, എന്റെ ദിവസങ്ങളെ എണ്ണുവാനുള്ള ನನ್ನ ದಿವಸಗಳನ್ನು ಎಣಿಸಲಿಕ್ಕೆ ജ്ഞാനം എനിക്ക് തരണമേ. ಜ್ಞಾನ ನನಗೆ ಕೊಡಬೇಕು. സ്തോത്രം സ്തോത്രം സ്തോത്രം. ಸ್ತೋತ್ರ ಸ್ತೋತ್ರ ಸ್ತೋತ್ರ. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും എന്താ ചെയ്യുന്നത്? ನಾವೆಲ್ಲರೂ ಏನೇ ಮಾಡ್ತೀವಿ? നീണ്ട വരുന്ന വർഷങ്ങളെ കുറിച്ചുള്ള കണക്ക് കൂട്ടുന്നവരാ. ಬರುವಂತ ವರ್ಷದ ಕುರಿತು ಎದುರು ನೋಟ. എല്ലാം നമ്മൾ അങ്ങനെയാണ്. ನಾವೆಲ್ಲರೂ ಹಾಗೆ അങ്ങനെ ആവട്ടെ. ಹಾಗೆ ಇರ್ಲಿ. പക്ഷെ ഒരു കാര്യമാണ്, ಒಂದು ಕಾರ್ಯ ಇದೆ. മോശ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ಮೋಶೆ ಈ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾನೆ. തന്റെ ജ്യേഷ്ഠ സഹോദരൻ അഹരോൻ മരിച്ചു കിടക്കുന്നു. ತನ್ನ ತಮ್ಮನಾದ ಆರೋನನ್ನು ಸತ್ತು ಬಿದ್ದಾಗ അതേ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നിച്ച് ജീവിച്ചു, ಕಳೆದ ದಿವಸದಲ್ಲಿ ಒಟ್ಟಿಗೆ ഒന്നിച്ച് പ്രവർത്തിച്ചു, ಒಟ್ಟಿಗೆ ಇದ್ದರು, ദൈവത്തിന്റെ വേല ചെയ്തു, ದೇವರ ಕೆಲಸ ಮಾಡಿದರು. എന്നാൽ ഇപ്പോൾ അതേ അഹരോൻ മരിച്ചു കിടക്കുക. ಹಾಗೆ ಸತ್ತು ಬಿದ್ದಿದ್ದ. അങ്ങനെ മരിച്ചു കിടക്കുമ്പോ ಆ ಸತ್ತಿದ್ದಂತ ಸಮಯದಲ್ಲಿ ദാവീദ് മോശ പാടിയ ഒരു പാട്ടാണ്. ಮೋಶೆ ಹಾಡಿದಂತ ಹಾಡು, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ನಮ್ಮ ದಿವಸಗಳನ್ನು ಎಣಿಸಲಿಕ್ಕೆ അതിനുള്ള കൃപ തരണമേ, ಅದಕ್ಕೆ ತಕ್ಕ ಕೃಪೆ അതിനുള്ള ನೀಡಬೇಕು, ജ്ഞാനം തരണമേ. ಅದಕ್ಕೆ ತಕ್ಕ ಜ್ಞಾನ ಕೊಡಬೇಕು. നമ്മൾ പറയും വലിയ ശാസ്ത്രജ്ഞന്മാർക്കാണ് ജ്ഞാനം കൂടുതലുള്ളത്. ದೇವರ ಅನೇಕರು ಹೇಳ್ತೀವಿ ಶಾಸ್ತ್ರಿಗಳಿಗೆ ಜ್ಞಾನ ಜಾಸ್ತಿ, ലോകപ്രകാരം അങ്ങനെ ಅದು തന്നെയാണ്. ಲೋಕ ಪ್ರಕಾರ. പക്ഷേ ആത്മാവിൽ ഒരു ജ്ഞാനം ഉണ്ടാകണം. ಆತ್ಮದಲ್ಲಿ ಒಂದು ಜ್ಞಾನ ಉಂಟು. ആത്മാവിന്റെ ജ്ഞാനം എന്താണ്? ಆತ್ಮದ ಜ್ಞಾನ ಏನೆಂದರೆ ഓരോ ദിവസം എണ്ണി എണ്ണി പോകാനുള്ളതേ ഉള്ളൂ. ಒಂದೊಂದು ದಿವಸವೂ ಎಣಿಸಿ ಎಣಿಸಿ ಹೋಗುವಂಥದ್ದು. ദർശനം നഷ്ടപ്പെടുത്തി പോകരുത്. ದರ್ಶನವನ್ನು ನಷ್ಟಪಡಿಸಿಕೊಳ್ಳಬೇಡ್ರಿ. ഈ വെളിപ്പാട് പറയുടെ ധനത്തിന്റെ കീഴിൽ കൊണ്ടുവെക്കരുത്. ನಮ್ಮ ದರ್ಶನವನ್ನು ಮಂಚದ ಅಡಿಯಲ್ಲಿ ಇಡಬಾರದು. അതേ ദൈവമേ, എന്റെ ദിവസങ്ങൾ എണ്ണാനുള്ളതേ ഉള്ളൂ. ನನ್ನ ದಿವಸಗಳು ಎಣಿಸಲ್ಪಡುವಂತ ರೀತಿಯಲ್ಲಿದೆ. നമുക്കൊരു ഉദ്ദേശം ഒന്ന് പറയാം. ನಮಗೊಂದು ಉದ್ದೇಶ ಹೇಳ್ತೀನಿ. ഒരു 70 വയസ്സുള്ള ഒരാൾ 70 ವರ್ಷದವರೆಗೆ ದಿವಸ ഇനി എത്ര വർഷം കൂടെ കിട്ടും? ಇನ್ನು ಎಷ್ಟು 70 ವರ್ಷ ಆಗಿದ್ರೆ വാഗ്ദത്തം അനുസരിച്ച് എത്ര കൂടെ കിട്ടും? ವಾಗ್ದಾನ ಅದ ಅನುಸಾರವಾಗಿ ಎಷ್ಟು ವರ್ಷ? നിങ്ങൾ പറ. 80 80 അല്ലേ? ഓക്കെ, നിങ്ങളെല്ലാം സമ്മതിച്ചു 80 വർഷം. 70 വർഷമുള്ള ഒരാളിന് 70 ವರ್ಷ ಇರುವ ವ್ಯಕ್ತಿಗೆ എത്ര വർഷം കൂടെ കിട്ടും? ಇನ್ನು ಎಷ್ಟು ವರ್ಷ ಸಿಗ್ತದೆ? 10 ವರ್ಷ. വർഷം കൂടെ കിട്ടും. 10 ವರ್ಷ. 10 വർഷത്തിന് എത്ര ആയിരിക്കും ദിവസം? ഒരു ആവറേജ് 10 ವರ್ಷಕ್ಕೆ ಎಷ್ಟು ದಿವಸಗಳು? നിങ്ങൾ പറയും ഒരു ആവറേജ്. ഒരു ആവറേജ് ಎಷ್ಟು ವರ್ಷ? 360 വെച്ച് കൂട്ടുമ്പോൾ 160 360 ഇട്ട് 360 ഗുണം 3600 അല്ലേ? 30,600 ഏതാണ്ട് ഒരു ആവറേജ്. ಒಂದು ಆವರೇಜ್. ഈ 4 വർഷത്തിന്റെ കാൽവർഷമുണ്ട്, ഇതെല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ಅದೆಲ್ಲ ಇರಲಿ, പോലും ಇದ್ರೂ ಕೂಡ 3600 ദിവസം കിട്ടുന്നു. 36 ವರ್ಷ ಸಿಗ್ತದೆ. 3600 ദിവസം ഈ ലോകത്തിൽ നമുക്ക് കിട്ടുമ്പോൾ 36 ವರ್ಷ ದಿವಸಗಳು ನಮಗೆ ಸಿಕ್ಕುವಾಗ രാത്രി 10 മുതൽ രാവിലെ 6 വരെ നമ്മൾ ഉറങ്ങുന്നവരാണ്. ಬೆಳಿಗ್ಗೆ 6ರಿಂದ ಸಂಜೆ ಸಂಜೆ 6ರಿಂದ ಬೆಳಿಗ್ಗೆ 6 ವರೆಗೆ 3600ന്റെ പകുതി എത്രയായി? 1500 ചില്ലറ അല്ലേ? 1500 ചില്ലറ. 1500 ಚಿಲ್ಲರೆ. നമ്മൾ നേരം വെളുക്കുമ്പം അങ്ങനെ ജോലിയും വേലയുമായിട്ടൊക്കെ ನಾವು ഓടിക്കൊണ്ടിരിക്കുക. ಬೆಳಿಗ್ಗೆ ಕೆಲಸ ಕಾರ್ಯಗಳಾಗಿ ಹೋಗ್ತೀವಿ. നല്ലൊരു ശാപ്പാട് കഴിച്ചിട്ട് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ಒಳ್ಳೆ ಒಂದು ಊಟ ಮಾಡಿ ಹೋಗ್ಲಿಕ್ಕೆ ಆಸೆ പക്ഷെ ಉಂಟು. അതിനുള്ള സമയമില്ല. ಅದಕ್ಕೊಂದು ಸಮಯ ಇಲ್ಲ. റൈറ്റ് ടൈമിൽ നമുക്ക് ഓഫീസിൽ ചെല്ലണം. ರೈಟ್ ಟೈಮಿಗೆ ನಾವು ಆಫೀಸಿಗೆ ಹೋಗ್ಬೇಕು. ആകപ്പാടെ വെപ്രാളപ്പെട്ട് 2 ചപ്പാത്തി തിന്ന് നമ്മൾ ഓടുകയാണ്. ಬಹಳ ಉದ್ವೇಗದಿಂದ 2 ಚಪಾತಿ ತಿಂದು ಓಡಿ ಬಿಡ್ತೀವಿ. പിന്നെ രാത്രി വന്ന് വീട്ടിൽ കിടന്ന് ರಾತ್ರಿ ಬಂದು ತಿರುಗಿ ಮಲಗ್ತೀವಿ.
നമ്മൾ കഴിക്കാൻ 1 മണിക്കൂർ എടുക്കുന്നു. ತಿನ್ಲಿಕ್ಕೆ 1 ಗಂಟೆ ಇಡ್ತೀವಿ. ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ എത്ര ಇದೆಲ್ಲ ദിവസം ಇಟ್ಟುಕೊಂಡು കഴിഞ്ഞ എത്ര ദിവസം നമ്മൾ ജീവിച്ചു? ಎಷ್ಟು ದಿವಸಗಳು ನಾವು ಜೀವಿಸ್ತೀವಿ? ഈ 3600 നമ്മൾ പറഞ്ഞെങ്കിലും 36,000 ಅಂತ 10 വർഷം കൊണ്ട് 10 ವರ್ಷದಲ್ಲಿ 1200 ദിവസം കഷ്ടിച്ച് നമുക്ക് ഏതാണ്ട് ഈ ലോകമൊക്കെ ഒന്ന് കാണാം. 1200 ಅಥವಾ ಕೆಲವು ದಿವಸಗಳು ನಾವು ಈ ಲೋಕವನ್ನು ಕಾಣಲಿಕ್ಕೆ മക്കളെ, ಮಕ್ಕಳೇ, നമ്മുടെ ഈ സ്വർഗീയ യാത്ര ഉണ്ടല്ലോ, ನಮ್ಮ ಸ್ವರ್ಗೀಯ ಜೀವಿತ ಉಂಟಲ್ಲ, വെളിപ്പാടുണ്ടല്ലോ, ಈ ಪ್ರಕಟಣೆ ಉಂಟಲ್ಲ, ദൈവിക സംസർഗം ഉണ്ടല്ലോ, ದೇವೇ ಸಂಸಾರ ಉಂಟಲ್ಲ, സ്വർഗരാജ്യത്തിന്റെ ആ മഹത്വം ഉണ്ടല്ലോ, ಸ್ವರ್ಗ ರಾಜ್ಯದ ಮಹತ್ವ ಉಂಟಲ್ಲ, അതേത് പറയുടെയും കീഴിൽ കൊണ്ടുവച്ച് നശിപ്പിച്ച് കളയരുത്. ಯಾವುದರ ಅಡಿಯಲ್ಲಿ ಇಟ್ಟು ಅದನ್ನು ನಾಶಪಡಿಸಬಾರದು. പണം എല്ലാവർക്കും ആവശ്യമാണ്. ಹಣ ಎಲ್ಲರಿಗೂ ಅಗತ್ಯ. പണം ഇല്ലാതെ ജീവിക്കാൻ ഒക്കും. ಹಣ ಇಲ್ಲದೆ ಜೀವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. എങ്കിലും ಇದ್ರು നമുക്ക് വേണ്ടിയത് പറവകളെ പുലർത്തുന്ന ദൈവം നമ്മളെ പുലർത്തുമെന്നുള്ള ಪಕ್ಷಿಗಳನ್ನು ಪೋಷಿಸುವ ದೇವರು ನಮ್ಮನ್ನು ಪೋಷಿಸುವ ದೇವರಾಗಿದ್ದಾನೆ. ആത്മീയ സന്തോഷമുള്ളവരായിരിക്കണം. ನಮ್ಮ ಆತ್ಮಿಕ ಸಂತೋಷವುಳ್ಳವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. സന്തോഷവുക്കുത്തേ, ಸಂತೋಷವುಕ್ಕುತ್ತೆ, എല്ലാവരും ചേർന്ന് ഒന്ന് പറഞ്ഞേ. ಸಂತೋಷವುಕ್ಕೆ ಉಕ್ಕುತ್ತೆ. ಹಾಲೆಲೂಯ. ಯೇಸು ನನ್ನ ರಕ್ಷಕ, ನನ್ನ ಸಂತೋಷವುಕ್ಕೆ ಉಕ್ಕುತ್ತೆ. ಎಲ್ಲ ಕಣ್ಣು ಮುಚ್ಚಿ ನೋಡ್ರಿ. ಸಂತೋಷವುಕ್ಕುತ್ತೆ, ಸಂತೋಷವುಕ್ಕುತ್ತೆ, ಸಂತೋಷವುಕ್ಕೆ ಉಕ್ಕುತ್ತೆ. ಹಾಲೆಲೂಯ. ಯೇಸು ನನ್ನ ರಕ್ಷಕ, ನನ್ನ ಪಾಪ ತೊಳೆದ. ಸಂತೋಷವುಕ್ಕೆ ಉಕ್ಕುತ್ತೆ. ಪಿನ ನಡೆದೆ, ದಾರಿಯಲ್ಲಿ ನಡೆದೆ, ತಪ್ಪಿ ನಡೆದೆ, ದಾರಿಯಲ್ಲಿ ನಡೆದೆ. ಯೇಸು ಕೈ ಬಿಡದೆ ತಾನೇ ಬಂದು ರಕ್ಷಿಸಿದ. ಆದರೆ ಯೇಸು ಕೈ ಬಿಡದೆ ತಾನೇ ಬಂದು ರಕ್ಷಿಸಿದ. ಇಂಥ ಒಳ್ಳೆ ಯೇಸು ನನ್ನ ಸ್ವಂತನಾದನ. ಇಂಥ ಒಳ್ಳೆ ಯೇಸು ನನ್ನ ಸ್ವಂತನಾದಕ. ಆಹಾ, ಸಂತೋಷವುಕ್ಕುತ್ತೆ, ಸಂತೋಷವುಕ್ಕುತ್ತೆ, ಸಂತೋಷವುಕ್ಕೆ ಉಕ್ಕುತ್ತೆ. ಹಾಲೆಲೂಯ. ಯೇಸು ನನ್ನ ರಕ್ಷಕ, ನನ್ನ ಪಾಪ ತೊಳೆದ. ಸಂತೋಷವುಕ್ಕೆ ಉಕ್ಕುತ್ತೆ. ಹಾಲೆಲೂಯ, ಹಾಲೆಲೂಯ, ಹಾಲೆಲೂಯ. ಯಾವಾಗಲೂ ದೇವರ ವಾಕ್ಯ ಹೇಳಿದ ಕರ್ತನಲ್ಲಿ ಸಂತೋಷವುಳ್ಳವರಾಗಿ. നമ്മള് അതെ മർക്കോസ് 4:21 വായിച്ചേ. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. 4:21 തിരികെ ഓതി. ഒന്നുകൂടെ വായിച്ചാ. ഓക്കെ. മത്തായി 4:21 അല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ നമ്മൾ വിളക്കിൻ രണ്ടുമേലല്ലയോ വയ്ക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചു. ಅಲ್ಲಿ ನಾವು ಓದಿದ್ದೀವಿ. അതായത് നമ്മൾ മറ്റൊരു വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസ് 11:33 നമ്മൾ വായിച്ചായിരുന്നല്ലോ അല്ലേ? ഇല്ല, വായിച്ചേ, ഒന്ന് വായിച്ചേ. ലൂക്കോസ് 11:33 പെട്ടെന്നൊന്ന് വായിക്കണേ. ആ 11:33 പറഞ്ഞു. ഓക്കെ. അതെ, ഇവിടെ നമ്മൾ വായിക്കുന്നു. ഇത് ശരി, അതെ, വിളക്ക് കത്തിച്ച് ಬೆಳಕು ಹತ್ತಿಸಿ നമ്മൾ
അത് തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നു. ಅದನ್ನು ದೀಪಸ್ತಂಭದ ಮೇಲೆ ಇಡುತ್ತಾರೆ. നമുക്കറിയാം വിളക്ക് കത്തിച്ച് ആരും വേറെ എങ്ങും കൊണ്ടുവെക്കത്തില്ല. ಬೆಳಕನ್ನು ಹತ್ತಿಸಿ ನಾವು ಅಲ್ಲಿ ಅಡಗಿಸಿಡಲ್ಲ. അതൊരു തണ്ടിന്മേലാണ് ഇരിക്കുന്നത്. ಅದನ್ನು ದೀಪಸ್ತಂಭದ ಮೇಲೆ എല്ലാവർക്കും വെളിച്ചം. ಅದು ನಮ್ಮ ಎಲ್ಲರಿಗೂ ಬೆಳಕಾಗಿರುತ್ತದೆ. ദൈവമക്കളെ, നമ്മുടെ വെളിച്ചം എന്താണ്? ನಮ್ಮ ಬೆಳಕು ಯಾವುದು? നിങ്ങൾ കൊരിന്ത്യ ലേഖനം 13 കൊരിന്തി 13 1 മുതലുള്ള വാക്യങ്ങൾ 1 കൊരിന്ത്യ 13 ഓതി നോಡ್ರಿ. പെട്ടെന്ന് വായിക്കണേ, പെട്ടെന്ന്. 1 കൊരിന്തി 13 1 മുതലൊന്ന് വായിച്ചേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ಮನುಷ್ಯರ ಮತ್ತು ದೇವರ ವಾಣಿಗಳನ್ನು ಆಡಿದರು, സ്നേഹമില്ല എങ്കിൽ, ಪ್ರೀತಿ ಇಲ್ಲದಿದ್ದರೆ ഞാൻ വെറുതെ ഒരു ഡ്രം പോലെയുള്ള നമ്മൾ കൊട്ടിയ സൗണ്ട് ഉണ്ടാവും. ನಾವು ತಟ್ಟಿದ್ರೆ ಸೌಂಡ್ ಆಗ್ತದೆ. അതുകൊണ്ട് ദൈവമക്കളെ, ಅದರಿಂದ ದೇವ ಪ್ರಿಯ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിളക്കെന്ന് പറയുന്ന ഒരു സ്നേഹമാണ്. ನಮ್ಮ ಕ್ರಿಸ್ತಿಯ ಜೀವಿತದಲ್ಲಿ ಪ್ರೀತಿಯ ಬೆಳಕಂದ್ರೆ ಪ್ರೀತಿ. ആ സ്നേഹം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ, ಆ ಪ್ರೀತಿ ನಮ್ಮಲ್ಲಿ ಇಲ್ಲದಿದ್ದರೆ നമ്മളൊന്നുമില്ല. ನಾವು ಏನು ಇಲ್ಲದವರಾಗಿ വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കണം, താഴോട്ടൊന്ന് വായിച്ചേ പെട്ടെന്ന്. ആ പ്രവചനപരമുണ്ടായിട്ടും ആ സകല ജ്ഞാനവും ലഭിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ಪ್ರೀತಿ ಇಲ್ಲದಿದ್ದರೆ ഒന്നുമില്ല. പിന്നെ താഴോട്ട് ചെയ്താലും എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ കണ്ടോണേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ಪ್ರೀತಿಯು ಬಹು ಕ್ಷಮಿಸುವುದಾಗಿದೆ. നമ്മുടെ വിളക്ക് തണ്ടിന്മേൽ വയ്ക്കണമെങ്കിൽ, ನಮ್ಮ ದೀಪವನ್ನು ದೀಪಸ್ತಂಭದ ಮೇಲೆ ಇಡಬೇಕಾದ್ರೆ അതെങ്ങനെ ആയിരിക്കണമെന്നറിയാവോ? ಅದೇಗೆ ಇಡಬೇಕಂದ್ರೆ, അതെ, ഒരു വിളക്ക് നമ്മൾ ചുമ്മാ കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്ന കാര്യമല്ല. ಆ ಬೆಳಕನ್ನು ಹತ್ತಿಸಿ ದೀಪಸ್ತಂಭದ ಮೇಲೆ ಇಡುವುದಲ್ಲ. എല്ലാവരും കാണുന്നുണ്ട്. ನಮ್ಮ ಪ್ರೀತಿ ಎಲ್ಲರಿಗೆ ತೋರಬೇಕು. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ಪ್ರೀತಿಯು ಬಹುದೀರ್ಘ ಕ್ಷಮಿಸುತ್ತದೆ. നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ക്ഷമിക്കാറുണ്ട്? ಎಷ್ಟು ಸಾರಿ ಒಂದು ದಿವಸ ನಾವು ಕ್ಷಮಿಸುವರಾಗಿದ್ದೇವೆ. പിള്ളാരോടായി, ಮಕ್ಕಳಿಗೆ ಆಯ್ತು, ഭാര്യയോടായി, ಹೆಂಡತಿಯಲ್ಲಾಯ್ತು, ഭർത്താവിനോടായി, ಮಕ್ಕಳಲ್ಲಿ, ഓഫീസിലായി, ಆಫೀಸಲ್ಲಾಗ್ಲಿ, യാത്രയിൽ വന്നപ്പോ വണ്ടി ഒന്ന് മുട്ടി അവനോടായി, ದಾರಿಯಲ್ಲಿ ಗಾಡಿ ಟಚ್ ಆದ ವ್ಯಕ್ತಿಗಳಾಗ್ಲಿ, നമുക്ക് എത്ര പ്രാവശ്യം, ಎಷ್ಟು ಸಾರಿ ಒಂದು ದಿನದಲ್ಲಿ എത്രയോ പ്രാവശ്യം നമുക്ക് ക്ഷമിക്കേണ്ടി വരുന്നല്ലേ? ಎಷ್ಟೋ ಸಾರಿ ಕ್ಷಮಿಸುವರಾಗಿದ್ದೇವೆ. കർത്താവ് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കാൻ. 70 ಸಾರಿ ಕ್ಷಮಿಸಿರಿ ಎಂಬುದಾಗಿ. അപ്പൊ നമുക്ക് നിങ്ങളിൽ ഒരു 2-3 പേരുടെ പേരെന്ന് പറയാമോ? 2-3 ಜನರ ಹೆಸರು ಹೇಳ್ರಿ. രശ്മ, വെക്സിബ, നല്ലൊരു പേരാ കേട്ടോ. എക്സിബ, റഷിബ, ഓക്കെ, നല്ല പേര്. സിസ്റ്ററുടെ പേര് ശ്വേത. ഞാൻ അവരൊന്ന് പറഞ്ഞാൽ കുഴപ്പമാകും കേട്ടോ. വേണ്ട, നമ്മളെല്ലാം നമ്മുടെ പേരൊന്ന് പറഞ്ഞു, ನಮ್ಮ ಹೆಸರು ನಾವೇ ಹೇಳಿಕೊಳ್ಳೋಣ. അതൊന്ന് പറഞ്ഞോ, നിങ്ങളുടെ പേര് പറഞ്ഞോ? റഷിബ, എന്റെ പേര് ജോസ്. രേഷ്മ. അപ്പോ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു പറയുമ്പോ, ಸ್ನೇಹ ಪೂರ್ಣವಾಗಿ ಕ್ಷಮಿಸುತ್ತದೆ ಅಂತ ಹೇಳುವಾಗ, ജോസ് എന്ന ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ರೇಷ್ಮೆ ಎಂಬ ನಾನು ಪೂರ್ಣವಾಗಿ ಕ್ಷಮಿಸುತ್ತೇನೆ. നിങ്ങളുടെ പേര് പറഞ്ഞോ? ನೀವು ಹೇಳಿದ್ರ ಬಾಯಲ್ಲಿ? നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറ, എന്നെ ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ರೇಷ್ಮೆ ಆಗಿದ್ದ ನಾನು ಪೂರ್ಣವಾಗಿ ಕ್ಷಮಿಸುತ್ತೇನೆ. എല്ലാവരുടെയും പേര് പറഞ്ഞോ നിങ്ങൾ? ನೀವ್ ಹೇಳಿ ಆಯ್ತಾ? നിങ്ങൾ ഒന്ന് പറഞ്ഞു, വാ തുറന്നു ಬಾಯಿ ತೆಗೆದು ಹೇಳ್ರಿ. ഓക്കെ, ಬಾಯಿ ತೆರೆದು എല്ലാവരും ഒന്ന് പറഞ്ഞു സഹോദരന്മാരെ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുന്നു എന്നൊന്ന് പറ. ರೇಷ್ಮೆ ಆದ ನಾನು ಪೂರ್ಣವಾಗಿ ಕ್ಷಮಿಸುತ್ತೇನೆ. സ്തോത്രം, 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 ಸ್ತೋತ್ರ, സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ക്ഷമയില്ല, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. ക്ഷമ ഇല്ലದೆ എಷ್ಟೋ ಸಮಸ್ಯೆಗಳು ನಮ್ಮ എത്രയോ പ്രാവശ്യം നമ്മള് അലുകുലുക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ಎಷ್ಟೋ ಸಾರಿ ನಮ್ಮ ಬಿರುಗಾಳಿ ಬೀಸಿದಾಗಿತ್ತು. നമുക്ക് ഞാൻ ഉൾപ്പെടെ സമ്പൂർണ്ണ ക്ഷമയില്ലാഞ്ഞതുകൊണ്ട് ನಾನಾಗೆ ಆಗ್ಲಿ ನೀವಾಗ್ಲಿ ಪೂರ್ಣ ಕ್ಷಮೆ ಇಲ್ಲ. രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തി കിടന്നിട്ടുണ്ട്. ಎಷ್ಟು ಸಾರಿ ನಾವು ನಿದ್ರೆಯನ್ನು ನಷ್ಟಪಡಿಸಿಕೊಂಡಿದ್ದೇವೆ. ആഹാരം കഴിക്കാൻ രുചിയില്ലാതെ വന്നിട്ടുണ്ട്. ಆಹಾರ ತಿನ್ಲಿಕ್ಕೆ ರುಚಿ ಇಲ್ಲದಾಗಿದ್ದೇವೆ. വിശപ്പില്ലാതെ പോയിട്ടുണ്ട്. ಹಸಿವೆ ಇಲ್ಲದೆ ಹೋಗಿದ್ದೇವೆ. എത്രയോ പ്രാവശ്യം. ಎಷ್ಟೋ ಸಾರಿ. ഉണ്ടോ ഇല്ലയോ? ಹೌದಾ ಅಲ್ವಾ? ഉണ്ടോ ഇല്ലയോ? ಹೌದಾ ಅಲ್ವಾ?
സ്നേഹം ಪ್ರೀತಿ ഇതൊരു വലിയ വിളക്കാണ്. ಅದು ದೊಡ್ಡ ಬೆಳಕು. നമുക്കൊന്ന് പ്രതീക്ഷ ചെയ്യാം. ಅದನ್ನ ನಾವು ಎದುರು എന്റെ ನೋಡೋಣ. ദൈവമേ എനിക്ക് അതിനുള്ള കൃപ തരണമേ. ನನ್ನ ದೇವರೇ ನನಗೆ ಆ ಕೃಪೆ ಕೊಡಿಸು. നിങ്ങളെ പോലെയല്ല ഞാൻ വേണം ഒന്നാമത് പറയുക. ನಾನು ಮೊದಲನೇದಾಗಿ ദൈവമേ ಹೇಳ್ತೀನಿ, എനിക്ക് അതിനുള്ള കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ನನಗೆ ಕೃಪೆ ಕೊಡೆಂಬುದಾಗಿ. നിശ്ചയമായി നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ನಿಶ್ಚಯವಾಗಿ ನಮ್ಮ ಕುಟುಂಬ ಜೀವಿತ, നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ಆತ್ಮಿಕ ಜೀವಿತ നമ്മുടെ ಆಶೀರ್ವದಿಸಲ್ಪಡುತ್ತದೆ. വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുവാൻ ವೈಯಕ್ತಿಕ ಜೀವಿತದಲ್ಲಿ ಸ್ವಸ್ಥತೆ ദൈവമേ ആ ಉಂಟಾಗುತ್ತದೆ. സ്നേഹം ഒരു വിളക്ക് പോലെ എന്റെ ഉള്ളിൽ ഉണ്ടാകണമേ. ಆ ರೀತಿ ಒಂದು ಬೆಳಕು ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ. ശരിക്കും പറഞ്ഞ ഈ ലൈറ്റ് എല്ലാം ഒന്ന് ഓഫ് ചെയ്താലേ ಈ ಲೈಟ್ ಎಲ್ಲ ಒಂದು ಆಫ್ ಮಾಡಿದ್ರೆ എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് കാണാൻ പറ്റുകയില്ല. ನನಗೆ ನಿಮ್ಮನ್ನ ಪೂರ್ತಿಯಾಗಿ ಕಾಣ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. കാരണം ഇരുട്ടത്ത് 5-6 പേര് ഇരിക്കുന്ന പോലെ തോന്നും. ಈ ಕತ್ತಲಲ್ಲಿ 2-3 ಜನ ಕೂತಿರುವಾಗ നമ്മൾ തമ്മി കാണുന്നത് ನಾವು ನೋಡುವುದು നമ്മുടെ യേശുവിനെ നേരിട്ടൊന്ന് കാണണമെങ്കിൽ ನಮ್ಮನ್ನ ಯೇಸುವನ್ನು ನೇರವಾಗಿ രാവിലത്തെ ನೋಡಬೇಕಾದ್ರೆ കുടുംബ പ്രാർത്ഥനയിൽ, ನಮ್ಮ ಕುಟುಂಬ നിങ്ങളുടെ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ, രഹസ്യ പ്രാർത്ഥനയിൽ, ವೈಯಕ್ತಿಕ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ, നിങ്ങളുടെ വൈകിട്ടത്തെ കൂട്ടായ്മയിൽ ಈ ಸಂಜೆ ಕೂಡಿ ಬರುವುದರಲ್ಲಿ യേശുവിന്റെ മുഖം കാണണമെങ്കിൽ ಯೇಸುವಿನ ಮುಖ ನೋಡಬೇಕಾದ್ರೆ ക്ഷമിക്കാതിരുന്നാ കാണാൻ പറ്റുമോ ദൈവമേ? ಕ್ಷಮಿಸದೆ ಇದ್ದರೆ ಕಾಣ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. മുഖം മറച്ചു കളയും. ಆತನು ನಮ್ಮ ಮುಖವನ್ನು ಮರೆ ಮಾಡಿಕೊಳ್ಳುತ್ತಾನೆ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഈ ദീപം കത്തിച്ച് തണ്ടിന്മേൽ വയ്ക്കുക. അത്രേ ನಮ್ಮ ದೀಪವನ್ನು ಹತ್ತಿಸಿ ದೀಪ ಸ್ತಂಭದಲ್ಲಿ ಇಡಬೇಕು. നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു ദീപം പോലെ, ನಾವು ಈ ರೀತಿ ನಿಲ್ಲುವಂತಹ ಒಂದು ದೀಪದ ಹಾಗೆ ഇറങ്ങി പോകുമ്പോ വിളക്ക് കത്തിക്കുന്ന പോലെ അനേകര് കാണണം നമ്മളെ. ನಮ್ಮನ್ನು ಈ ಬೆಳಕು ಹತ್ತಿಸುವಾಗ ಅನೇಕರು ನೋಡುವರಾಗಿರಬೇಕು. എനിക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ದೇವರೇ, ನನಗೆ ಆ ಬೆಳಕು ನಾನು ದೀಪಸ್ತಂಭ ಆಗಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. അറിയാതെയോ ചിലപ്പോ അവരുടെ കുറ്റമായിരിക്കാം, ಅವರ ತಪ್ಪಾಗಿರಬಹುದು, അവര് നമ്മളെ കണ്ടം ചെയ്തായിരിക്കും, ಅವರು ನಮ್ಮನ್ನು ನೋಡಿದ್ರೆ ಆಗದೇ ಇರಬಹುದು, അതായിരിക്കാം, ಆಗಿರಬಹುದು. ശരി, ಸರಿ, എങ്കിൽ പോലും ಆದ್ರೂ ಕೂಡ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ಅವರಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. നിങ്ങളെ വേദനിപ്പിച്ച എത്രയോ പേരുണ്ട്. ನಮ್ಮನ್ನು ನೋವುಪಡಿಸಿದ ಎಷ್ಟೋ ಜನರಿದ್ದಾರೆ. ಎಷ್ಟೋ ಜನರು ನಮ್ಮನ್ನು ನೋವುಪಡಿಸಿದ್ದಾರೆ. എല്ലാവർക്കും അനുഭവം ഉണ്ട്. ಎಲ್ಲರಿಗೂ ಅನುಭವ ಇದೆ. അവരെ നമുക്ക് നോക്കാൻ പോലും തോന്നി. ಅವರನ್ನು ನೋಡ್ಲಿಕ್ಕೆ ಕೂಡ ಆಗುದಿಲ್ಲ. തൽക്കാലം അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് വേണ്ടി നമുക്ക് ഒരു ಅವರಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. അവരെ അനുഗ്രഹിക്കണം. ದೇವರೇ, ಅವರನ್ನು ಆಶೀರ್ವದಿಸು. എന്തിനാണ് അവരെ അനുഗ്രഹിക്കുന്നത്? ಯಾಕೆ ಅವರನ್ನು ಆಶೀರ್ವದಿಸು? അവരുടെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിയ, ಅವರೊಳಗೆ ಒಂದು ಬೆಳಕು ಹತ್ತಿದರೆ ಅವರು ನಮ್ಮನ್ನು ನಂಬಿ ಬರುತ್ತಾರೆ. മറ്റതെല്ലാം മറന്നു കളയാ, ನಮ್ಮ ಬೇರೆಲ್ಲ ಕಾರ್ಯಗಳು ಮರೆತು അവര് പറയുവാ ಎಂದ ರೀತಿಯಾಗಿ ಹೇಳಲಿಕ್ಕೆ പൂർവാദ പ്രാർത്ഥന അതിന് സഹായകരമാണ്. ಪೂರ್ಣವಾದ ಪ್ರಾರ್ಥನೆ ಅದಕ್ಕೆ ಸಹಾಯವಾಗುತ್ತದೆ. കർത്താവ് പറഞ്ഞ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ಶತ್ರುಗಳಿಗೆ ಬೇಕಾ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുಗಳಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. നിങ്ങളുടെ വിളക്ക് തണ്ടിന്മേൽ നിൽക്കുക എന്നുള്ളതല്ല, ನಿಮ್ಮ ಬೆಳಕು ದೀಪಸ್ತಂಭದ ಮೇಲೆ ನಿಲ್ಲುವುದಲ್ಲ. നമുക്ക് ഒന്നാമത്തെ ആവശ്യം എന്താ? ನಮ್ಮ ಮೊದಲನೇ ಅಗತ್ಯ ഒന്നാമത്തെ ആവശ്യം, ಮೊದಲನೇ ಅಗತ್ಯವೇನೆಂದ್ರೆ ഹൃദയത്തിൽ സമാധാനമാണ്. ಹೃದಯದಲ್ಲಿ ಸಮಾಧಾನ. ഒരു സമാധാനമില്ലാതെ, ಸಮಾಧಾನ ಇಲ್ಲದೆ വീട് നിറച്ച് യാഗഭോജനത്തിലും ಮನೆಯಲ್ಲಿ ಒಳ್ಳೆ ಊಟ ಕಾರ್ಯಗಳು സ്വസ്ഥതയോട് കൂടിയ ಆ ಸಮಾಧಾನದೊಂದಿಗೆ ഒരു കഷ്ണം അപ്പം നല്ലതെന്നാണ് ചിലവൻ പറഞ്ഞത്. ಒಂದು ತುಂಡ ರೊಟ್ಟಿಯನ್ನು ತಿಂದರು. ഓ ശരിയല്ലേ? ಹೌದಲ್ವಾ? സ്തോത്രം, ಸ್ತೋತ್ರ. നല്ല ഫസ്റ്റ് ക്ലാസ് മട്ടൻ ബിരിയാണി ഇരിപ്പുണ്ട്. ಒಳ್ಳೆ ಫಸ್ಟ್ ಕ್ಲಾಸ್ ಮಟನ್ ಬಿರಿಯಾನಿ ചൂടായിട്ട് ഇരിപ്പുണ്ട്, ಬಿಸಿಯಾಗಿದೆ. പക്ഷെ മനസ്സിന് യാതൊരു സമാധാനം. ಮನಸ್ಸಿನಲ್ಲಿ ಸಮಾಧಾನ ಇಲ್ಲ. അവര് പറഞ്ഞതും ಅವರು ಹೇಳಿದ್ದು, ഇവര് പറഞ്ഞതും, ಇವರೇ ಹೇಳಿದ್ದು, അവര് ചെയ്തതും, ಅವರು ಮಾಡಿದ್ದು എല്ലാമായിട്ട് മനസ്സ് കിടന്ന് കറങ്ങിയ ಎಲ್ಲ ಮನಸ್ಸಲ್ಲಿ ತೊಳಿತಾ എങ്ങനെ തിന്നാൻ പറ്റും ദൈവം? ಹೇಗೆ ತಿನ್ಲಿಕ್ಕೆ ಆಗ್ತದೆ? ഹല്ലേലൂയ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ദൈവമേ, ಮಾಡಿ. അവരെ സഹായിക്കണമേ, ಅವರನ್ನು ಸಹಾಯ അവരുടെ ಮಾಡಿಸು. ഹൃദയം തുറക്കണമേ. ಅವರ ಹೃದಯ ತೆರೆಯಬೇಕು. ഈ വിളക്ക് കത്തുന്നത് മുഖാന്തരം ನನ್ನ ಬೆಳಕು ಹಚ್ಚು. ഞാൻ എന്റെ ദൈവമേ ഒന്ന് പ്രകാശിക്കണമെങ്കിൽ ನಾನೊಂದು ಪ್ರಕಾಶಿಸಬೇಕಾದ್ರೆ കർത്താവേ, എനിക്ക് സമാധാനവും ക്ഷമയും തരണമേ. ನನಗೆ ಸಮಾಧಾನ ಕ್ಷಮೆಯನ್ನು ಕೊಡು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം പെട്ടെന്ന് വായിക്കണേ. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 5:15 ವಾಕ್ಯವನ್ನು ಬೇಗನೆ ಓದೋಣ. പെട്ടെന്ന് വരുന്നു, ഒരു സെക്കൻഡ് കൊണ്ട്. ആ ആ ആ ആ കണ്ടോണേ, നിങ്ങളുടെ വെളിച്ചം, ನಿಮ್ಮ ಬೆಳಕು അവരുടെ മുമ്പിൽ, ಅವರ ಮುಂದೆ പ്രകാശിക്കട്ടെ. പ്രകാശിಸಲಿ. എന്താണ് ക്രിസ്തീയ ജീവിതം? ಏನು ಕ್ರೈಸ್ತ ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവാരുമ്പോൾ
പരിഹാസം ചൊല്ലി ശത്രു നേർക്കുക. ആമേ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ആമേ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. നമുക്ക് ശത്രു പരിഹാസം ചൊല്ലി വരുമ്പോ, ಶತ್ರುಗಳು ಪರಿಹಾಸ್ಯ ಮಾಡಿ ಬರುವಾಗ അത് സ്തോത്രം പറയുക, ಅವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳಿ ദൈവം അധികം കൃപ തരട്ടെ. ದೇವರ ಅಧಿಕ ಕೃಪೆ ಕೊಡಿ. നിങ്ങൾക്കറിയാമല്ലോ നിಮಗೆ ഈ ಗೊತ್ತಲ್ಲ, ഇന്ത്യൻ ഭരണഘടനയുടെ ಆ ಭಾರತದ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സൂര്യകാന്ത് അല്ലേ? ಸೂರ್ಯಕಾಂತ್ സൂര്യകാന്ത് അല്ലേ? അയാള് എന്തോ ಚಂದ್ರಶೇಖರ ഏ? ಚಂದ್ರಶೇಖರ ചന്ദ്രശേഖര അല്ലേ? സൂര്യകാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനില്ലേ? അയാൾ റിട്ടയർഡ് ആയതാണെങ്കിലും അയാളുടെ ഒരു വാക്കാണ് ಅವರ ಒಂದು ಮಾತು ഇന്ന് ഒരു ഇന്ത്യ മുഴുവൻ പടർന്ന് കത്തിയിരിക്കുന്ന ഒരു CJP അല്ലേ? CJP പാറ്റ, ക്രോക്രോച്ച്. ಕಾಕ್ರೋಚ್. സ്വോത്രം സ്വോത്രം സ്വോത്രം. എങ്ങനെയായി ഈ പാർട്ടി ഇങ്ങനെ ഇത്രയും കത്തി വളർന്നത്? ಹೇಗೆ ಆ ಪಾರ್ಟಿ ಹಾಗೆ ಬೆಳೀತು? ഏതാണ്ട് ആവറേജ് ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും പടർന്നു കഴിഞ്ഞ പാർട്ടി. ಆ ಪಾರ್ಟಿ ಎಲ್ಲಾ ಕಡೆಯಲ್ಲೂ ಹಬ್ಬಿದೆ. ഇയാളുടെ ഒരൊറ്റ വാക്ക്, ಒಂದು ಮಾತು, അയാൾ പറഞ്ഞു ജോലി ഇല്ലാത്തവരെല്ലാം ഈ പാറ്റായെ പോലെ പരാന്നഭോജികളായിട്ട് നടക്കുക. ಈ ಕೆಲಸ ಇಲ್ಲದವರು ಈ ಜಿರಳೆ ಹಾಗೆ ಎಲ್ಲ ನಡೆಯುವರಾಗಿ. ആ ഒരൊറ്റ വാക്ക്, ಒಂದ ಮಾತು, ആ പരിഹാസത്തിന്റെ വാക്ക്, ಆ ಪರಿಹಾಸ್ಯದ ಮಾತು ഇന്ത്യ മുഴുവൻ പടർന്നു കത്തി ಭಾರತ കഴിഞ്ഞു. ಪೂರ್ತಿಯಾಗಿ ಹರಡಿ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹತ್ವ. ദൈവമക്കളെ ആര് പരിഹാസം പറഞ്ഞാലും, ದೇವರ ಮಕ್ಕಳನ್ನು ಯಾರು ಪರಿಹಾಸ್ಯ ആരും പരിഹാസം പറഞ്ഞുകൊള്ളട്ടെ, ಯಾರು ആര് പരിഹാസം പറഞ്ഞാലും ಯಾರು ಪರಿಹಾಸ್ಯ ദൈവത്തിന്റെ വേല വർദ്ധിക്കത്തേ ഉള്ളൂ. ದೇವರ ಕೆಲಸವು ಅದು സുവിശേഷത്തിന്റെ മഹത്വം അതാണ്. ಸುವಾರ್ತೆಯ ಮಹತ್ವದಾಗಿದೆ. വിളക്കാണിത്. ಇದೊಂದು ಬೆಳಕಾಗಿದೆ. ആർക്കും കെടുത്താൻ പറ്റുകയില്ല. ಇದನ್ನು ಯಾರಿಗೂ ನಂದಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ഒരു കാലത്ത് ಒಂದು ಕಾಲದಲ್ಲಿ നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ನಮ್ಮ ರಾಜ್ಯದ ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ വെറുതെ ഈ അടിമകൾ ഉണ്ടായിരുന്നു. ಆ ದಾಸತ್ವದಲ್ಲಿದ್ದವರಿದ್ರು. അതെ, കേരളത്തിലുണ്ടായിരുന്നു ഒരു കാലം അങ്ങനെ ഉണ്ടായി. ಕೇರಳದಲ್ಲಿ ಅಂತವರಿದ್ರು. 1984 ഈ 1984ರಲ್ಲಿ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുമാതിരി അടിമകൾ ഉണ്ടായിരുന്നു. ಕರ್ನಾಟಕದ ಗ್ರಾಮ ಪ್ರದೇಶಗಳಲ್ಲಿ ಗುಲಾಮರಿದ್ದರು. ഒരു വർഷത്തേക്ക് ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുക. ಒಂದು ವರ್ಷಕ್ಕೆ ಒಬ್ಬ ವ್ಯಕ್ತಿಯು ಒಂದು ಮನೆಯಲ್ಲಿ ಕೆಲಸ ನಾನು ನೋಡಿದ್ದೇನೆ. ഒരു ജോഡി ഡ്രസ്സും ಒಂದು ಜೊತೆ ವಸ್ತ್ರ, ഒരു ഗ്ലാസും ഒരു പ്ലേറ്റും, ಒಂದು ಗ್ಲಾಸ್ ಒಂದು ಪ್ಲೇಟ್, കച്ചിയും കൊണ്ട് പിന്നെ ഈ ಗೋಣಿಚೀಲಕ್ಕകത്ത് കച്ചി നിറച്ച് ഒരു ತಲೆವಣಿയും കൊടുക്കും. ಗೋಣಿ ಚೀಲದಲ್ಲಿ ಒಂದು ಇದೆಲ್ಲ ಕಸನ ತುಂಬಿಸಿದ ಒಂದು ದಿಂಬು ಕೊಡ್ತಾರೆ. ಬಾಯಿಂ കൊടുക്കും. ആ എരുത്തിന്റെ അവിടെ എവിടെയെങ്കിലും പോയി കിടന്നു. ಆ ದನದ ಕೊಟ್ಟಿಗೆಯಲ್ಲಿ ಹೋಗಿ ಮಲಗಬೇಕಾಗಿತ್ತು. വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവിടെ കൊണ്ടുവച്ച് ഭക്ഷണം കഴിച്ചു. ಮನೆಯೊಳಗೆ ತಿನ್ನಬಾರದು, ಅಲ್ಲಿ ಹೊರಗಡೆ ಹೋಗಿ ತಿನ್ನಬೇಕು. വർഷത്തേക്ക് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ചിലപ്പോൾ 250 രൂപയാവും ഒരു വർഷം. ಒಂದು ವರ್ಷಕ್ಕೆ ಅವರಿಗೆ ಸಂಬಳ 250 ರೂಪಾಯಿ ಇರ್ತದೆ. പശുവിനെ തീറ്റാനും ആടിനെ തീറ്റാനും ഇങ്ങനെ കാട് മുഴുവൻ നടക്കും. ಹಸುವನ್ನು ಪೋಷಿಸಲಿಕ್ಕೆ, ದನವನ್ನು ಪೋಷಿಸಲಿಕ್ಕೆ ಈ ಕಾಡು ಎಲ್ಲ ಸುತ್ತಾಡಿದೆ. നമ്മുടെ രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ട്. ನಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಅನೇಕ ಕಡೆಯಲ್ಲಿತ್ತು. മാറ്റിയതും മാറിയതും എങ്ങനെയാണ്? ಹೀಗೆ ಬದಲಾವಣೆ ಆದದ್ದು, ಮಾರ್ಪಟ್ಟದು ಹೇಗಂದ್ರೆ ജാതിപരത്തെ ഉണ്ടായിരുന്നു ഇവിടെ. ಜಾತ್ಯತೀತ ജാതിയും കീഴ്ജാതിയും ഉണ്ടായിരുന്നു. ಮೇಲ್ಜಾತಿ ಕೀಳ್ಜಾತಿ ಕಾರ್ಯಗಳಿತ್ತು. ഈ വിളക്ക് കത്തിയപ്പോ, ಈ ಬೆಳಕು ದೀಪ, പരിശുദ്ധാത്മാവിന്റെ വിളക്ക് കത്തിയപ്പോ ಪರಿಶುದ್ಧಾತ್ಮನ ದೀಪವು അത് മുഴുവൻ തല്ലി ഉടച്ചു. ಎಲ್ಲವೂ ನಾಶವಾಯಿತು. ദൈവത്തിന്റെ സഭ ഇവിടെ ഉണ്ടായപ്പോ ದೇವರ ಸಮಯವು ಬಂದಾಗ ജാതി മതവും ഒന്നും ഇവിടെ നോട്ടമില്ല. ಜಾತಿ ಮತಗಳು ನೋಟ ಇಲ್ಲ. രക്ഷിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. ರಕ್ಷಣೆ ಹೊಂದುವ ഹല്ലേലൂയ, ದೇವರ ಪ್ರಿಯ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ടാണ് രക്ഷ ഇത്ര വലിയതായത്. ಅದೇ ಅದಕ್ಕೆ ಈ ಸುವಾರ್ತೆ ಈ ರೀತಿಯಾಗಿ ಹೆಚ್ಚಾಯಿತು. മനുഷ്യനെ വൃത്തിക്ക് ഡ്രസ് ധരിക്കാൻ അന്നത്തെ മേലാളന്മാർ സമ്മതിച്ചില്ല. ಅವತ್ತು ಒಳ್ಳೆ ವಸ್ತ್ರಗಳನ್ನು ಧರಿಸಲಿಕ್ಕೆ ಜನಗಳು ಮಾಡಿಲ್ಲ. എല്ലാവർക്കും സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവകാശമില്ല. ಎಲ್ಲರಿಗೋಗಿ ಶಾಲೆಗೆ ಹೋಗಿ ಓದ್ಲಿಕ್ಕೆ ಅವಕಾಶವಿರಲಿಲ್ಲ. മേൽജാതിക്ക് മാത്രമേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ಮೇಲ್ಜಾತಿಯವರಿಗೆ ಮಾತ್ರ കേരളത്തിൽ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത ഒരു പുല്ലാടിന്റെ അടുത്തൊരു സ്ഥലത്ത് ತಿರುವಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಕುಲ್ಲಾಡ ಅಂತ ഒരു കീഴ്ജാതി
ജാതി വന്ന് സ്കൂളിലിരുന്ന് പറഞ്ഞ് സ്കൂൾ കത്തിച്ച ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ಕೆಳಗೆ ಜಾತಿಯವರು ಒಂದು ಮಗು ಶಾಲೆಗೆ ಹೋದದಂತಲೇ ಆ ಶಾಲೆಯನ್ನೇ ಹತ್ತಿಸಿದ ಒಂದು ಘಟನೆ ഈ ಉಂಟು. വിളക്ക് നേരെ അങ്ങോട്ട് കത്തി കഴിഞ്ഞപ്പോ ಈ ಬೆಳಕು ದೀಪಸ್ತಂಭದ ಮೇಲೆ ಈ ನೆಟ್ಟಗೆ ಹತ್ತಿದಾಗ, വിളക്ക് കത്തി സഭ അങ്ങോട്ട് കത്തി കഴിഞ്ഞപ്പോ ಈ ಸಭೆಯು ಹತ್ತಲ್ಪಡುವಾಗ ഒരുപാട് പേർക്ക് ദൈവസ്നേഹം കൃത്യമായി മനസ്സിലാക്കുവാൻ ಒಬ್ಬೊಬ್ಬರಿಗೆ ಅನೇಕರಿಗೆ ದೇವರ ಪ್ರೀತಿ ഹല്ലേലൂയ, ಗೊತ್ತಾಗುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് രക്ഷയുടെ മഹത്വം എന്ന് ಇದು പറയുന്നത്. ರಕ್ಷಣೆಯ ಮಹತ್ವವಾಗಿದೆ. അതാ നിങ്ങളുടെ വിളക്ക് കെടുത്തിക്കളയരുത്. ಅದರಿಂದ ನಿಮ್ಮ ಬೆಳಕನ್ನು പറയുടെ കീഴിൽ കൊണ്ട് വിളക്ക് ಯಾರ കെടുത്തിക്കളയരുത്. ಮಂಚದೊಳಗೆ ಕೊಳದೊಳಗೆ ನಿಮ್ಮ ದೀಪವನ್ನು ಇಡಬೇಡ್ರಿ. കട്ടിലിന്റെ കീഴിലും വയ്ക്കരുത്. ಮಂಚದಡಿಯಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಳಬೇಡ್ರಿ. ഈ കട്ടിലിന്റെ കീഴിൽ വെക്കാന്ന് പറഞ്ഞാൽ ಮಂಚದಡಿಯಲ್ಲಿ ഇടുದಂದ್ರೆ മനുഷ്യനൊരു പരിവം കണ്ട് കഴിയുമ്പോ ಮನುಷ್ಯನೊಂದು ಕಾಲ കാശും പുത്തനും ഒക്കെ ആയി കഴിയുമ്പോ ಹಣ ಎಲ್ಲ ಬಂದ ಮೇಲೆ എന്ത് ചെയ്യും? സഭായോഗമൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് ഒന്ന് ഉഴപ്പാൻ തുടങ്ങും. ಸಭೆಯ ಕಾರ್ಯಗಳು ಸ್ವಲ್ಪ ಇದು ಅಲ್ಲಕಲ್ಲೋಲ. അത് രാവിലെ 10 മണിക്ക് വരേണ്ടത് ಬೆಳಿಗ್ಗೆ 10 ಗಂಟೆ ಬರುವರು. നിങ്ങളുടെ ഒന്നും കാര്യമല്ല, ನಿಮ್ಮ ಕಾರ್ಯ ಅಲ್ಲ. നിങ്ങളൊക്കെ നല്ല നല്ല പക്ക കറക്റ്റ് ആൾക്കാരാണ്. ನೀವು പക്ക ಕರೆಕ್ಟ್ ಇರುವ അതെ, ವ್ಯಕ್ತಿಗಳು. നമ്മള് നേരം വെളുത്ത് എഴുന്നേറ്റ് ആ കട്ടിലെ നോക്കി ഒന്ന് എഴുന്നേറ്റ് ആ മെത്തെ നോക്കി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാകും. ಆ ಬೆಡ್ಡಿಂದೆಲ್ಲ ಎದ್ದು ಬರುವಾಗಲೂ ಒಂದು ಸಮಯ ಆಗ್ತದೆ. അതെ, കട്ടിലിന്റെ കീഴ് കട്ടിൽ എന്ന് പറഞ്ഞ ജീവിത സുഖമാണ്. ಮಂಚ ಅಂತ ಹೇಳಿದ್ರೆ ಜೀವಿತ ಸುಖ. വിളക്ക് കത്തിച്ച് കട്ടി കീഴെ കൊണ്ടുപോയി ಬೆಳಕನ್ನು ಹತ್ತಿಸಿ ജീവിതത്തിന്റെ സുഖം കൂടി കഴിയുമ്പോ, ಜೀವನದ ಸುಖವು ಜಾಸ್ತಿ ಆಗುವಾಗ, ചുറ്റുപാടുകൾ കൂടി കഴിയുമ്പോ ಉಳಿದ ಪರಿಸ್ಥಿತಿಗಳೆಲ್ಲ ദർശനം നഷ്ടപ്പെട്ടു പോകരുത്. ದರ್ಶನವು ನಷ್ಟವಾಗಬಾರದು. ഹല്ലേലൂയ. ഈ ജീവിത സുഖം ഉപേക്ഷിച്ചവരാണ് വിദ്യാലയങ്ങൾ തുടങ്ങി മിഷണറിമാരാണ് ഈ കഷ്ടപ്പെട്ടു വന്ന് ഈ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ഇട്ടത്. ಈ ಕ್ರೈಸ್ತರು ತಾನೇ ಈ ವಿದ್ಯಾಭ್ಯಾಸದ ಅಭಿವೃದ್ಧಿಯನ್ನು ಮಾಡಿದಂತ ಕಾರ್ಯಗಳು. ആ രാജ്യത്ത് സുഖമായി വസിച്ചവർ, ಆ ರಾಜ್ಯದಲ್ಲಿ ಸುಖವಾಗಿ ವಾಸ അവരുടെ സുഖവാസം കഴിഞ്ഞിട്ട് ಅವರ ಸುಖವಾಸ ಆದ್ಮೇಲೆ ഇന്ത്യയിൽ കേരളം, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ಇಂಡಿಯಾ, ಕೇರಳ, ಬ್ಯಾಂಗ್ಳೂರ್ ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲಿ, കൽക്കട്ട ഉൾപ്പെടെ ಕಲ್ಕತ್ತಾದಲ್ಲಿ ഏതാണ്ട് ആവറേജ് ഓൾ ഇന്ത്യയിൽ ಅವರೇಜ್ ಆಲ್ ಇಂಡಿಯಾದಲ್ಲಿ അവർ വന്നൊരു വിളക്ക് കത്തിച്ചപ്പോ ಅವರು ಬಂದು ಒಂದು ಬೆಳಕತ್ತಿಸಿ വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായി. ವಿದ್ಯಾಭ್ಯಾಸ ಉಂಟಾಯ್ತು. രക്ഷ ചെറുതാണോ? ರಕ್ಷಣೆ ಹೌದಲ್ವಾ? രക്ഷ ചെറുതാണോ? ರಕ್ಷಣೆ ಮಾಡಿದ ತಾನೇ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ വിളക്ക് കത്തിച്ചപ്പോ അവർക്ക് മനസ്സിലായി, ರಕ್ಷಣೆ ಹೊಂದಿದ ದೇವ ಮಕ್ಕಳು ಈ ಬೆಳಕನ್ನು ಹತ್ತಿಸಿದಾಗ രക്ഷയിൽ വന്ന് നിലനിന്ന് ദൈവത്തെ കാണണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്ന്. ಮನುಷ್ಯನನ್ನು ರಕ್ಷಣೆ ಪಡಿಸಬೇಕಾದ್ರೆ ವಿದ್ಯಾಭ್ಯಾಸ. ರಕ್ಷಣೆ ಹೊಂದಿದ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാംഗ്ലൂരിൽ? ನೀವು ನೋಡಿದ್ದೀರಾ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ എത്രയോ ക്രിസ്ത്യൻസ് അല്ലാത്തവര് നടത്തുന്ന സ്കൂളുകളുണ്ട്. ಅಲ್ಲಿ ಕ್ರಿಶ್ಚಿಯನ್ಸ್ ಅಲ್ಲದೆ ನಡೆಸುವಂತ ಸ್ಕೂಲುಗಳಿವೆ. അതിന്റെ പേരൊക്കെ എന്താണെന്നറിയോ? ಅದರ ಶಾಲೆ ಹೆಸರೇನು? സെന്റ് പീറ്റർ, ಸೆಂಟ್ ಪೀಟರ್, സെന്റ് മേരി, ಸೆಂಟ್ ಮೇರಿಸ್, ന്യൂ ക്രൈസ്റ്റ്, ನ್ಯೂ ಕ್ರೈಸ್ಟ್. ഇതൊക്കെ അതിന്റെ പേര്. ಇದರೆಲ್ಲ ಅದರ ಹೆಸರು. എന്തിനാ ആ പേര് അവരിട്ട്? ಯಾಕೆ ಆ ಹೆಸರು ಇಡ್ತಾರೆ? ക്രിസ്ത്യൻ മിഷന്മാരുടെ സ്കൂളിലെ പിള്ളേരി എല്ലത്തുള്ളൂ. ಕ್ರೈಸ್ತ ಶಾಲೆ ಅಂತ ಹೇಳಿದ್ರೆ അവർക്കറിയാം, കാര്യം അവർക്കറിയാം. ಅದರ ಗೊತ್ತು ಗೊತ್ತು യേശു രക്ഷകനാന്ന് പറയുമ്പോൾ അവര് വല്ലാത്ത ಯೇಸು ರಕ್ಷಕನ್ ಅಂತ ಹೇಳುವಾಗ അത് മാത്രം അവർക്ക് പറ്റുകയില്ല. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಅವರಿಗೆ ಆಗಲ್ಲ. പക്ഷെ സ്കൂൾ വേണമെങ്കിൽ ഈ പേര് വേണം. ಸ್ಕೂಲ್ ಬೇಕಾದ್ರೆ ಈ ಹೆಸರು ಬೇಕು. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹತ್ವ ಉಂಟಾಗಲಿ. രക്ഷ എന്ന് പറയുന്നത് ರಕ್ಷಣೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು എവിടെയും മറച്ചു വയ്ക്കാനുള്ളതല്ല. ಎಲ್ಲಿ ಮರೆಮಾಡಿಕೊಳ್ಳುವುದಲ್ಲ. പോലെ കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ರೀತಿಯಲ್ಲಿ ಹತ್ತಿ ಉರಿಯುವುದಾಗಿದೆ. ഇത് അത്യുജ്വലമായി കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ಪ್ರಜ್ವಲವಾಗಿ ಉರಿಯುವಂತದಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഈ അതായത് യഹൂദ ഗോത്രത്തിൽ, ಯೆಹೂದದ ಗೋತ್ರದಲ್ಲಿ, അതെ, മോശയുടെ കാലം കഴിഞ്ഞ് യോശുവയുടെ കാലത്തോട്ടൊക്കെ വന്നപ്പോൾ, ಯೆಹೋಶುವನ ಕಾಲದಲ್ಲಿ, നിങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. ന്യായാധിപൻ ജഡ്ജസ് 1:1, ನ್ಯಾಯಸ್ಥಾಪಕರ ಪುಸ್ತಕ 1:1 അധ്യായം 1 വാക്യം. ಒಂದನೇ ವಾಕ್ಯ. പെട്ടെന്ന് പ്ലീസ്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുക. ജഡ്ജസ് 1:1-2 വാക്യങ്ങൾ മലയാളത്തിൽ പെട്ടെന്ന് അങ്ങ് പറയുമായിരുന്നു. ഓക്കെ. അത് തന്നെ. താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചോ റീഡ് പ്ലീസ്. ಯೆಹೂದ್ಯರು മുമ്പേ നിൽക്കട്ടെ, ಮುಂದೆ ನಿಲ್ಲಲಿ. ഈ സർവത്ര ജാതികളോടും ಈ ಸರ್ವ ಜಾತಿಯೊಂದಿಗೆ യുദ്ധം ചെയ്യുവാൻ ಯುದ್ಧ ಮಾಡ್ಲಿಕ್ಕೆ യഹൂദ മുന്നേ വരട്ടെ. ಯೆಹೂದ ಜನರು യഹൂദ എന്ന് പറഞ്ഞാൽ ಯೆಹೂದ പേരിന്റെ അർത്ഥം സ്തുതി എന്നാണ്. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಎಂಬುದಾಗಿ ಅರ್ಥ. അപ്പോ യുദ്ധം ചെയ്യുന്നത്, ಯುದ್ಧ ಮಾಡುದು, അത് സ്തുതി മുന്നേ നിൽക്കണം. ಸ್ತುತಿ ಮುಂದೆ ನಿಲ್ಲಬೇಕು. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ യുദ്ധം ನಮ್ಮ ಕ್ರೈಸ್ತ ಜೀವಿತದ ಯುದ್ಧ ശരീരം കൊണ്ടോ ടൂൾസ് കൊണ്ടോ ചെയ്യുന്നതല്ല. ಶರೀರದಲ್ಲಿ ಅಥವಾ ആത്മാവിൽ പോരാടി
പോരാടി പോരാടി പ്രാർത്ഥിക്കുന്നതാണ്. ಆತ್ಮದಿಂದ ಹೋರಾಡಿ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ಆತ್ಮದಿಂದ ಹೃದಯದಲ್ಲಿ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ಅನ್ಯ ಭಾಷೆಯಿಂದ പിശാചിന്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴുക. ಸೈತಾನನ സാത്താനോട് യുദ്ധം ചെയ്യുക. ಸೈತಾನನಿಗೆ ಯುದ್ಧ ಮಾಡ್ಲಿಕ್ಕೆ അത് ആത്മശക്തി ആവശ്യമാണ്. ಆತ್ಮಿಕ ಶಕ್ತಿ ಬೇಕು. ഇങ്ങനെ നല്ല ഈ പേരെടുത്ത് നിന്ന ഒരു ഗോത്രമാണ് യഹൂദ ഗോത്രം. ಆ ಹೆಸರುವಾಸಿಯಾದಂತ ಗೋತ್ರವೇ ಅದು ಯಹೂದ ಗೋತ್ರ. സമയക്കുറവുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ಯೆಹೋಶುವನ ಪುಸ್ತಕ 7ನೇ ಅಧ್ಯಾಯ ಓದುವಾಗ അവര് ഹായി പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ പോകും. ಹಾಯಿ ಪಟ್ಟಣದೊಂದಿಗೆ ಯುದ್ಧ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾರೆ. യോശുവ 7-ാം അധ്യായം 21-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 7:21 ನಾವು ಓದುವಾಗ അതെ, ഹായി പട്ടണത്തോട് ഇവർ യുദ്ധം ചെയ്യാം. ಹಾಯಿ ಪಟ್ಟಣದೊಂದಿಗೆ ಯುದ್ಧ അതൊരു ಮಾಡುತ್ತಾರೆ. ചെറിയ പട്ടണമാണ്, ಅದು ಚಿಕ್ಕ ಪಟ್ಟಣ, കുറച്ചു പേരേ ഉള്ളൂ. ಸ್ವಲ್ಪ ಜನರೇ ಇದ್ರು. അപ്പൊ ഈ ജനത്തിന്റെ തലവന്മാര് പറഞ്ഞു, ಜನರ ಕಾರ್ಯಗಳು ಹೇಳುತ್ತದೆ, അതെ നമുക്ക് അധികം പേര് അങ്ങോട്ട് പോകണ്ട, ಅಧಿಕ ಜನರು 10,000-3000 പേര് പോയാൽ മതി. 3,000 ಜನರು ಹೋದ್ರೆ ഇവർ യുദ്ധത്തിന് പോയി. ಇವರು ಯುದ್ಧಕ್ಕೆ ಹೋದ್ರು. യുദ്ധത്തിന് ചെന്നപ്പോ ಯುದ್ಧಕ್ಕೆ ಹೋದಾಗ ഭയങ്കരമായി ഇവർ പരാജയപ്പെടുക. ಭಯಂಕರವಾಗಿ ಅಪಜಯ ಹೊಂದ್ರು. 36 പേര് ഇസ്രായേലിൽ മരിച്ചുപോയി. 36 ಜನರು ಇಸ್ರಾಯೇಲರು ಸತ್ತು ಹೋದ್ರು. ഭയങ്കരമായി വേദനിച്ചു. ಬಹಳವಾಗಿ ನೋವಾಯ್ತು. സൈന്യം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ಸೈನ್ಯ ತಿರುಗಿ ಬಂದು ಹೇಳಿತು, രക്ഷയില്ല, 36 പേര് നമ്മുടെ മരിച്ചു പോയിരിക്കുക. ರಕ್ಷಣೆಯಲ್ಲಿ 36 ಜನರು ಸತ್ತು ಹೋಗಿದ್ದಾರೆ. ഇസ്രായേൽ 36 മരിച്ചു. ಇಸ್ರಾಯೇಲರು 36 ಜನ യോശുവ ಸತ್ತು. അങ്ങോട്ട് കരഞ്ഞു. ಯೋಶುವನ ಆಳಲಿಕ್ಕೆ ഒരു പകല് മുഴുവൻ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ಒಂದು ಹಗಲು ರಾತ್ರಿ ಯೋಶುವನ ದೇವರಲ್ಲಿ ಗೋಳಾಡಿದನು. 36 ജനം മരിച്ചു. 36 ಜನ ಸತ್ತು. എന്താണ് കാരണം? ಏನು ಕಾರಣ? യോശുവ കണ്ണീരോടെ കിടന്നു പ്രാർത്ഥിക്കുക. കണ്ണീരിനൊಂದಿಗೆ ദൈവത്തിന്റെ സഭയിൽ ದೇವರ ಸಭೆಯಲ್ಲಿ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വേദന വന്നു, ಯಾರಿಗಾದ್ರೂ ಒಂದು ನೋವು സഭാ പാസ്റ്ററും കുടുംബവും നിലവിളിയോട് പ്രാർത്ഥിക്കുന്നവരാ. ಸಭಾ ಪಾಲಕರು ಕುಟುಂಬವು ಅವರು ಬಹಳ ಗೋಳಾಡಿ ಪ್ರಾರ್ಥಿಸುವವರಾಗಿದ್ದಾರೆ. അത് സഹിക്കാൻ പറ്റുന്നതല്ല, ಅವರಿಗೆ ಅದು ಸಹಿಸ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ഉണ്ണാൻ പറ്റുകയില്ല, ಅವರಿಗೆ ತಿನ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, അവർക്ക് എങ്ങും പോകാൻ പറ്റുകയില്ല, ಎಲ್ಲಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ദൈവസന്നിധി നിലവിളിയോടെ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ನೆಲೆಯಾಗಿ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ദൈവം തന്നെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ അനീതിയുള്ള ദൈവമല്ലെന്ന് പൗലോസ് എബ്രായ ലേഖനത്തിൽ എഴുതി. ಪೌಲನು ಈ ರೀತಿಯಾಗಿ ಬರೀತಾನೆ, ದೇವರ ಸೇವಕರು ಮಾಡಿದಂತ ಸೇವೆಗಳಾಗಲಿ ಉಪಕಾರಗಳಾಗಲಿ ಆತನು ಮರೆಯುವ ದೇವರಲ್ಲ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ജനത്തിനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവരാണ് ഒരു സഭാ ശുശ്രൂഷകനും കുടുംബവും. ಜನರಿಗಾಗಿ ಕಣ್ಣೀರು ಸುರಿಸುವಂತ ಒಂದು ಸಭೆಯ ಸೇವಕರಾಗಿದ್ದಾರೆ. ഞെരുക്കം വന്നാലും ಅವರಿಗೊಂದು ಸ್ವಲ್ಪ ഒരു വിശ്വാസി പോലും ഞെരുങ്ങി ജീവിക്കുവാൻ അവർക്ക് ആഗ്രഹമില്ല. ಒಬ್ಬರು ಇಕ್ಕಟ್ಟಿನಲ್ಲಿ ಜೀವಿಸುವುದು ಅವರು ಇಷ್ಟಪಡುವುದಿಲ್ಲ. ദൈവം അവരെ വിളിച്ചത് അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. ದೇವರು ಕರೆದದು ಆ ರೀತಿ ಒಂದು ತರಬೇತಿಯಲ್ಲಿ. പറഞ്ഞു, അഹരോനെ പോലെ ദൈവം വിളിച്ചവർക്കല്ലാതെ ഈ വേല ചെയ്യാൻ പറ്റുകയില്ല. ದೇವರ ಕರೆಯುವಿಕೆ ಇಲ್ಲದೆ ಬೇರೆ ಯಾರಿಗೂ ಈ ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಎಲ್ಲರಿಗೂ ಈ ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. നോക്കും ചിലതൊക്കെ. ಸ್ವರ್ಗದ ದೇವರು ನೋಡುತ್ತಾರೆ ಕೆಲವು ಕಾರ್ಯಗಳು, ദൈവമാണ് നോക്കുന്നത്. ಕೆಲವು ಕ್ವಾಲಿಟಿಗಳು ಅವರು ನೋಡುತ್ತಾರೆ. ಆಗ ഇങ്ങനെ ചില ഭാരമില്ലാത്ത ഒരാളെ ഇതിന് വിളിക്കുകയില്ല. ಈ ರೀತಿ ಭಾರವಿಲ್ಲದ ವ್ಯಕ್ತಿಯನ್ನು ಸೇವೆಗೆ ಕರೆಯುವುದಿಲ್ಲ. ഇങ്ങനെ നിലവിളിച്ച് രാവിലെ മുഴുവൻ ഒരു പകല് മുഴുവൻ കിടന്നു. ಯೋಶುವನು ಹಗಲು ರಾತ್ರಿ ಗೋಳಾಡಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದನು. യോശുവയോട് ദൈവം പറഞ്ഞു, ಯೋಶುವನೊಂದಿಗೆ ದೇವರು ಹೇಳಿದರು, ഇസ്രായേലിൽ ഒരു ശാപം കേറിയിട്ടുണ്ട്. ಇಸ್ರಾಯೇಲರೊಳಗೆ ಒಂದು ಶಾಪ ಒಳಗೆ ಬಂದಿದೆ. ഒരു ശാപ വസ്തു ഒരുത്തന്റെ കയ്യിലുണ്ട്. ಒಂದು ಶಾಪದ ವಸ್ತು ಒಬ್ಬರ ವ್ಯಕ್ತಿ ಕೈಯಲ್ಲಿದೆ. ഇങ്ങനെ ഇതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ಇದೆಲ್ಲ ತೆಗಿಬಾರದು ಅಂತ ಹೇಳಿದ್ರು. അപ്പോ ഇത് ആരാണെന്ന് അറിയില്ല, ಯಾರಂತ ಹೇಳಿ ಗೊತ್ತಿಲ್ಲ. യോശുവ പറഞ്ഞു, ദൈവമേ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ಅದಕ್ಕಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀನಿ. അപ്പോൾ അങ്ങനെ ഒരു പേരും ഇതിന്റെ ഈ യഹൂദ ഗോത്രದಲ್ಲಿ ആഖാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ആഖാൻ ಎಂಬುದಾಗಿ ಹೇಳಿದ ವ್ಯಕ್ತಿ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ಇದನ್ನು ತೆಗೆದಿಟ್ಟಿದ್ದಾನೆಂಬುದಾಗಿ യഹൂദ ഗോത്രത്തിലെ ആഖാനെ ചെന്ന് പിടിച്ചുകൊണ്ട് വന്നു. വന്നപ്പോൾ ಇಲ್ಲಿ ಬಂದಾಗ നീ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ನೀನೇನಾದ್ರೂ ಮಾಡಿದೆ ಎಂಬುದಾಗಿ ചെയ്തു പോയി എന്ന് പറഞ്ഞു. ಮಾಡಿದೆ ಅಂತ ഒരു മിസ്രൈമ്യ മേലങ്കിയും ബാബിലോന്യ മേലങ്കിയും ബാബിലോണിನ 200 ശേക്കൽ വെള്ളിയും 200 ಶೇಕಲ್ 50 ശേക്കൽ പൊൻകട്ടയും ഞാൻ എടുത്ത് എന്റെ കൂടാരത്തിൽ മറച്ചു വെച്ചു. 50 ದೊಡ್ಡ ಗಂಟಾದ ಒಂದು ಹಣವಾದ
ಹಣವನ್ನು ಬಚ್ಚಿಟ್ಟೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರು. യോശുവ പറഞ്ഞു ಯೆಹೋಶುವನು ಹೇಳಿದನು, എല്ലാം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ಎಲ್ಲವನ್ನು ತಕೊಂಬನ್ನಿ, ഇവന്റെ കുടുംബത്തെയും ಇವನು ಇವನ ಕುಟುಂಬವನ್ನು, ഇവന്റെ മൃഗങ്ങളെയും ಇವನ ಮೃಗಗಳನ್ನು, ഇവനുള്ള സകലത്തെയും ಇವನಾಗಿರುವಂತ ഒരു ಸಕಲವನ್ನು സ്ഥലത്ത് നിർത്തിയിട്ട് ಒಂದು ಸ್ಥಳದಲ್ಲಿಟ್ಟು ജനമെല്ലാം കൂടെ കല്ലെറിഞ്ഞു കൊന്നു. ಜನರೆಲ್ಲರೂ ಕಲ್ಲೆಸೆದು ಕೊಂದರು. കൽക്കുപ്പാരോടെ കൂട്ടി ಒಂದು ದೊಡ್ಡ ಗೊಬ್ಬನ ദൈവത്തിന്റെ പൈതലേ, ದೇವ ಮಗುವೆ, ഒരിക്കൽ യുദ്ധത്തിന് മുന്നേ നിന്ന ഗോത്രമാണ് ಒಂದು ಸಾರಿ ಯುದ್ಧಕ್ಕೆ ಮುಂದೆ ನಿಂತ ಗೋತ್ರ ಯೆಹೂದ ಗೋತ್ರ. നന്നായി ദൈവത്തെ സേവിച്ചവരാണ്. ಬಹಳ ಚೆನ್ನಾಗಿ ದೇವರನ್ನು ಸೇವಿಸಿದ ഇടയ്ക്കുണ്ടല്ലോ ಮಧ್ಯದಲ್ಲಿ ಉಂಟಲ್ಲ പറയുടെ സമ്പ്രദായത്തിന്റെ ഉള്ളിൽ കയറിയപ്പോ, ಅವನ ಕದಿಯುವಂತ ಸ್ವಭಾವವನೊಳಗೆ ಬಂದಾಗ, ലൗകികമെല്ലാം കൂടി ഉള്ളിൽ കയറിയപ്പോ, ಲೌಕಿಕ ಕಾರ್ಯಗಳು ಒಳಗೆ ಹೋದಾಗ, ലോകത്തിന്റെ മോഹങ്ങളെല്ലാം കൂടി ഉള്ളിൽ കയറിയപ്പോ, ಲೋಕದ ಮೋಹಗಳೆಲ್ಲ ಒಳಗೆ ಹೋದಾಗ അവന്റെ കണ്ണു മങ്ങിപ്പോയി. ಅವನ ಕಣ್ಣು ಮಂದವಾಯಿತು. ബാബിലോണിന്റെ മേലങ്കി കണ്ടപ്പോ കണ്ണു മങ്ങിപ്പോയി. ಅವನ ಬಾಬಿಲೋನ್ ಒಳಗಿದ್ದಾಗ ಅವನ ಕಣ್ಣು ಮಂದವಾಯಿತು. ദൈവത്തിന്റെ പൈതലേ, ದೇವ ಮಗುವೇ, ലോകത്തിലേതൊന്നും കണ്ടിട്ടും കണ്ണു മഞ്ചി പോകരുത്. ಲೋಕದ ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನು ನೋಡಿ ಅದನ್ನು ನಮ್ಮ ಕಣ್ಣು ಮಂದವಾಗಬಾರದು. കണ്ണു മഞ്ചി പോകരുത്. ಅದನ್ನು ನೋಡಿ ಕಣ್ಣು ಮಂದವಾಗಬಾರದು. തുടക്കം മുതൽ ಪ್ರಾರಂಭದಿಂದ ಸ್ವರ್ಗೀಯ ದರ್ಶನത്തോടെ ജീവിക്കുക. ದೇವರ ದರ್ಶನವ ಕರೆಯುವ ದೇವರ ಕರೆಯುವವರೆಗೂ ಆತನ ದರ್ಶನದೊಂದಿಗೆ ಜೀವಿಸಿರಿ. നമുക്ക് വേണ്ടി ദൈവം തരും. ನಮಗೆ ದೇವರು ಕೊಡುತ್ತಾನೆ. എന്ത് ചോദിച്ചാലും ആവശ്യമുള്ളൊക്കെ ദൈവം തരും. ಏನು ಕೇಳಿದ್ರು ಆತನ ಅಗತ್ಯವಿರುವ ಸಮಯದಲ್ಲಿ ಕೊಡುತ್ತಾನೆ. ഒരു കാലം വന്നപ്പോ ಒಂದು ಕಾಲದಲ್ಲಿ എനിക്കൊരു പേഴ്സ് ഇല്ലാതായിരുന്നു. ನನಗೊಂದು ಪರ್ಸ್ ಇಲ್ಲದೆ അതൊരു 10-20 രൂപ കൊടുത്തൊരു പേഴ്സ് വാങ്ങിക്കാനില്ലായിരുന്നു. അതുകൊണ്ടല്ല, 10-20 ರೂಪಾಯಿ ಕೊಟ್ಟು അങ്ങനെ ഒരു പേഴ്സ് വാങ്ങിച്ചാൽ അതിനകത്ത് വെക്കാൻ പൈസയില്ല. ಅದನ್ನ ಆ ರೀತಿ ಪರ್ಸ್ ತಗೊಂಡ್ರೆ ഒരു 10 രൂപ വെക്കാനില്ല. 10 ರೂಪಾಯಿ ಇಡ್ಲಿಕ್ಕಿಲ್ಲ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയി. ಆ ರೀತಿ ಒಂದು ಪರಿಸ್ಥಿತಿ ಇತ್ತು. അപ്പൊ ഞാനും ഞങ്ങള് കുടുംബമായിട്ട് ನಾನು ನನ್ನ ಕುಟುಂಬವಾಗಿ ഒരു 10 രൂപ, പുതിയൊരു 10 രൂപ നോട്ട്, ಹೊಸ ಒಂದು 10 ರೂಪಾಯಿ ಸಿಕ್ಕಿತು. അപ്പൊ ഞങ്ങളുടെ കൈ വെച്ചിട്ട് ಅದನ್ನ ಕೈಯಲ್ಲಿಟ್ಟುಕೊಂಡು, ദൈവമേ ഈ പൈസ ಈ 10 ರೂಪಾಯಿ പേഴ്സിനകത്ത് വെക്കാൻ കൃപ ചെയ്യണം. ಒಂದು ಪರ್ಸ್ನಲ್ಲಿ ಇಟ್ಕೊಳ್ಳಿಕ್ಕೆ ನನಗೆ ಕೃಪೆ ಕೊಡು. ಒಂದು ಪರ್ಸ್ ತಗೊಂಬಂದೆ. ഈ പേഴ്സിന് ഈ 10 രൂപ എടുക്കാനിടയാകരുത്. ಈ 10 ರೂಪಾಯಿ ಯಾವತ್ತೂ ನಾನು ತೆಗಿಬಾರದು. പേഴ്സിനകത്ത് 10 രൂപയൊക്കെ വെച്ചോണ്ട് നടക്കുന്ന ഒരു കൊതി പോലെ തോന്നി. ಈ ಒಂದು ಆಸೆ ಇತ್ತು, ಒಂದು ಆಸೆ ಇತ್ತು, 10 ರೂಪಾಯಿ ಇಟ್ಕೊಂಡು ನಡಿಬೇಕು, നഷ്ടപ്പെട്ടു പോകരുത്, ಇದು ನಷ್ಟಪಡಿಸಬಾರದು. അന്ന് മുതൽ ഇന്ന് വരെ നഷ്ടപ്പെട്ടിട്ടില്ല. ಅದು ಆವತ್ತಿನಿಂದ ಇವತ್ತುವರೆಗೆ ನಷ್ಟಪಡಿಸಲಿಲ್ಲ. ദൈവമക്കളെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ಸ್ತೋತ್ರ ಸ್ತೋತ್ರ. 10 രൂപ കയ്യിലെടുക്കാനില്ല കാലമാ ഞാൻ പറഞ്ഞത്. 10 ರೂಪಾಯಿ ತೆಗಿಲಿಕ್ಕಿಲ್ಲದ ಕಾಲವಾಗಿತ್ತು. 1 രൂപ കയ്യിലെടുക്കാനില്ല ഒരു സമയമുണ്ടായിരുന്നു. 1 ರೂಪಾಯಿ ತೆಗಿಲಿಕ್ಕಿಲ್ಲದ ಕಾಲ ಇತ್ತು. നിമിഷം എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സമയമുണ്ടായിരുന്നു. ಆ ನಂತರದ ದಿವಸಗಳು ಏನಾಗ್ತದೆಂಬುದಾಗಿತ್ತು. പക്ഷേ എന്നും ദൈവമക്കൾ അങ്ങനെ കിടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ಯಾವತ್ತೂ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ಇವತ್ತೇನಾದ್ರೂ ಒಂದು ಕೊರತೆ ಇದ್ರೆ നാളെ അത് സംഭവിക്കുകയില്ല. ನಾಳೆ ದೇವರದನ್ನು ಸಮ್ಮತಿಸುವುದಿಲ್ಲ. ഈ കാനായിലെ വീട്ടില്, ಕಾನಾನ್ ಮನೆಯಲ್ಲಿ ഇപ്പൊ ഒരു കുറവാണ്. ಈಗ ಒಂದು ಕೊರತೆ ಇತ್ತು. അത് ഭയങ്കര ഒരു നാണം കേട്. ಒಂದು ನಾಚಿಕೆ. ഇത്രയും പേര് വന്നിരിക്കുന്നു, ಇಷ್ಟು ಜನರಿದ್ದಾರೆ, വീഞ്ഞു തീർന്നു പോയി, ദ്രാಕ್ಷಾರಸವು ತೀರಿ ಮುಗಿದೋಯ್ತು, ആകം കത്തുകയാണ്, ಒಳಗೆ ಉರಿತಾ ಇದೆ, അവർക്ക് മുഖത്ത് നോക്കാൻ പറ്റിയല്ല, ಮದೆ ನೋಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, ജീവൻ എടുത്തുകൊണ്ടിരിക്കുക, ಅವನ ಜೀವ ತೆಗೀತಾ ಇದೆ. യേശുവിടെ വന്നപ്പോ ಯೇಸು ಅಲ್ಲಿ ಬಂದಾಗ അവരുടെ വേദന മുഴുവൻ മാറ്റിക്കൊടുത്തു. ಅವನ ಪೂರ್ಣ ನೋವುಗಳನ್ನು, കുടുംബത്തിന്റെ നാണം കേട് മാറ്റിക്കൊടുത്തു. ಆ ಕುಟುಂಬದ ನಾಚಿಕೆತನ ಮಾರ್ಪಡಿಸಿದ್ರು. ಅದೇ ಗುಂಪಿನವರು, ಆ ಜನರು വീട്ടുകാരുടെ മുമ്പിൽ ಮನೆಯವರ ಮುಂದೆ തല താഴുമെന്ന് വിചാരിച്ചപ്പോ ತಲೆ ತಗ್ಗುತ್ತದೆಂಬುದಾಗಿ ನೆನೆಸಿದಾಗ ದೇವರದು അവരോട് പറയാണ്, ಅವರಲ್ಲಿ ಹೇಳಿದರು, പാത്രങ്ങളിലെ വീഞ്ഞു വിരുന്നുവാഴിക്കെടുത്ത് കൊടുക്കാൻ ಆ ಪಾತ್ರೆಯ ವೈನನ್ನು, ದ್ರಾಕ್ಷಾರಸವನ್ನು ಎಲ್ಲರಿಗೂ ಹಂಚಿರಿ ಎಂಬುದಾಗಿ. വിരുന്നുവാഴി, സ്പെഷ്യൽ മാൻ, അയാൾ പറയാണ്, ಅದು ಬಹಳ ವಿಶೇಷವಾಗಿ ಹಂಚಿರಿ ಎಂಬುದಾಗಿ. ഇത്രയും നേരം നിങ്ങൾ ഇത് എവിടെ മാറി ಇದುವರೆಗೆ ಈ ಒಂದು ದ್ರಾಕ್ಷಾರಸ ಎಲ್ಲಿ ಇತ್ತು? ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു കുറവ് വന്നാ, ಏನಾದ್ರೂ ಕೊರತೆ ಬಂದ್ರೆ അത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ നിങ്ങളുടെ തല ഉയർത്തുവാനാണ്. ದೇವರ ಊರುಗಳ ಮುಂದೆ, ಅವರ ಮುಂದೆ ನಮ್ಮ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ನಮ್ಮ ಇಲ್ಲದ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಕರ್ತನನ್ನು ಸ್ತುತಿಸುವಾಗ ശമ്പളം വെച്ചിട്ട് കുറഞ്ഞു പോയാലും, ನಮ್ಮ ಸಂಬಳವು ಕಡಿಮೆ ಆದರೂ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ಸ್ವರ್ಗದ ಪರಲೋಕ ತಂದೆಗೆ ಅಪೇಕ್ಷೆ ಮಾಡಿರಿ. ದೇವರೇ ಸಂಬಳವನ್ನು ಕೊಡಿಸಿಕೊಡು. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ നാളെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, ನಾಳೆ ನಾನು ಅನುಗ್ರಹಿಸಲ್ಪಡುತ್ತೇನೆ, ഞാൻ നാളെ അനുഗ്രഹിക്കപ്പെടും, ನಾಳೆ ನಾನು ಅನುಗ್ರಹಿಸಲ್ಪಡುತ್ತೇನೆ, അനുഗ്രഹിക്കപ്പെടും, ನನ್ನ ಕುಟುಂಬ ಮೇಲೆ ಬರುತ್ತದೆ, അനുഗ്രഹിക്കപ്പെടും, ನನ್ನ ಸಭೆ ಅನುಗ್ರಹಿಸಲ್ಪಡುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ನಾನು
ಅನುಗ್ರಹಿಸಲ್ಪಡುತ್ತೇನೆ. ജീവനും മരണവും ಜೀವವು ಮರಣವು മനുഷ്യന്റെ നാവിന്മേലിരിക്കുക. ಮನುಷ್ಯನ ನಾಲಿಗೆಯಲ್ಲಿದೆ. അതിന്മേൽ ഇഷ്ടപ്പെടുന്നവൻ ಅದರ ಮೇಲೆ ಇಷ್ಟಪಡುವವನು അതിന്റെ ഫലം അനുഭവിക്കും. ಅದರ ಫಲವನ್ನು ഹല്ലേലൂയ. ಅನುಭವಿಸುತ್ತಾನೆ. ഒന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാ. ನಾನು ಅನುಗ್ರಹಿಸಲ್ಪಡಲಿಕ್ಕಿದ್ದೇನೆ. അതെ, ഈ സഭയിൽ ഇവിടെ എല്ലാം നിറഞ്ഞ ആത്മാക്കൾ ഇരിക്കാൻ ಈ പോവുകയാ. ಸಭೆಯಲ್ಲಿ ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲಿ ಆತ್ಮಗಳಿಂದ ತುಂಬಲಿಕ್ಕಿದೆ. കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാ. ಕುಟುಂಬಗಳೆಲ್ಲವೂ നല്ല ಆಶೀರ್ವದಿಸಲ್ಪಡಲಿಕ್ಕಿದೆ. ജോലി ലഭിക്കാൻ പോവുകയാ. ಒಳ್ಳೆ ಕೆಲಸ കൈ ಪ್ರಾರಂಭಿಸಿದೆ. നിറച്ച് കാശ് കിട്ടാൻ പോവുകയാ. ಕೈ ತುಂಬಾ ಹಣ ಸಂಪಾದನೆ ഇഷ്ടം പോലെ അനുഗ്രഹം വരാൻ പോവുകയാ. ಬಹಳಷ್ಟು ಆಶೀರ್ವಾದ കൊണ്ട് ಬರಲಿಕ್ಕಿದೆ. പറയുക, വായും ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ಬಾಯಲ್ಲಿ ನಾಲಿಗೆ ತುದಿಯಲ್ಲಿ ಮರಣವು ಜೀವವು ನಾಲಿಗೆ ತುದಿಯಲ್ಲಿದೆ ಎಂಬುದಾಗಿ ಹೇಳುತ್ತದೆ. ദൈവമേ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ದೇವರೇ ಹಾಗೆಲ್ಲ അങ്ങനെ ಸಂಭವಿಸಲಿ. തന്നെ സംഭവിക്കട്ടെ. ಹಾಗೆ ಸಂಭವಿಸಲಿ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ಹಾಗೆ ಸಂಭವಿಸಲಿ. നമുക്കൊരു ദർശനം കാണാം. ನಮಗೊಂದು ದರ್ಶನ ಕಾಣೋಣ. നമുക്കൊരു സ്വപ്നം കാണാം. ಒಂದು ಕನಸನ್ನು ಕಾಣೋಣ. നിറച്ചാന്മാക്കൾ ഇരിക്കുന്ന ഒരു സ്വപ്നം ಈ ಆಲಯದಲ್ಲಿ ತುಂಬಿ ತುಳುಕುವ ಆಲಯ. സംഭവിക്കും ദൈവമക്കളെ. ಅದು ಹಾಗೆ ತುಂಬುತ್ತದೆ. നിങ്ങൾ വേണോ ഈ സ്വപ്നം കാണാൻ? ನೀವು ഇಲ್ಲಿದ್ದು കನಸನ್ನು ಕಾಣಬೇಕು. ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കണ്ടേ, ഇവിടെ എല്ലാം ആത്മാക്കൾ ഇരിക്കുന്ന സ്വപ്നം ದೇವರೇ, കാണുക. ಈ ರೀತಿ ಎಲ್ಲಾ ಕಡೆಯಲ್ಲಿ ಜನರಿರುವುದನ್ನು ഹല്ലേലൂയ. ಕಾಣಬೇಕು. ഹല്ലേലൂയ. 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 നിങ്ങളുടെ വീടിന്റെ സമൃദ്ധി ഒന്നും നിങ്ങൾ സ്വപ്നം കണ്ടാട്ട് ನಿಮ್ಮ ಮನೆಯ ಎಲ್ಲಾ ಕಾರ್ಯಗಳಲ್ಲಿ ಕನಸು നിങ്ങളുടെ ಕಾಣ್ರಿ. വീടിന്റെ ಅಭಿವೃದ್ಧಿ ಆಗಲಿಕ್ಕೆ. മക്കളെല്ലാം ഉന്നതമായിരിക്കുന്ന സ്വപ്നം കാണുക. ನಿಮ್ಮ ಮಕ್ಕಳೆಲ್ಲ ಉನ್ನತ ಸ್ಥಾನದಲ್ಲಿ ಇರುವುದರಲ್ಲಿ ಅದರಲ್ಲಿ ನೀವು ಕನಸನ್ನು ಕಾಣ್ರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിശ്ചയമായും ನಿಶ್ಚಯವಾಗಿ ദൈവം നീതിയുള്ള ദൈവമാണ്. ದೇವರು ನೀತಿಯುಳ್ಳ ദൈവം ದೇವರು. നീതിയുള്ള ദൈവമാണ്. ದೇವರು ನೀತಿಯುಳ್ಳ ഒന്നും ದೇವರು. ചെയ്താൽ മതി, ಒಂದು ಕಾರ್ಯ ಮಾಡಿದ್ರೆ നമ്മുടെ വെളിപ്പാട് നഷ്ടപ്പെടാം. ನಮ್ಮ ಪ್ರಕಟಣೆ ഈ ನಷ್ಟಪಡುತ್ತೆ. വിളക്കാണ്, നിങ്ങൾ ഒരു വിളക്കാണെന്ന് മറന്നു പോകരുത്. ನೀವೊಂದು ಬೆಳಕಂತೇಳಿ ഏത് ಮರಿಬೇಡ್ರಿ. കാരണവശാലും കട്ടിക്കീഴെ കൊണ്ട് ഇത് വെക്കരുത്. ಯಾವ ಕಾರಣದಲ್ಲಿ ದೀಪವನ್ನು ಮಂಚದಡಿಯಲ್ಲಿ ಇಡಬೇಡ್ರಿ. ചുറ്റുപാട് കൂടുമ്പോ നിങ്ങൾ ആ ദൈവത്തിന്റെ ദർശനം നഷ്ടപ്പെടുത്തി കളയരുത്. ಬಹಳ ಜನರು ಕೂಡುವಾಗ ಆ ದರ್ಶನವನ್ನು ಮರೆಮಾಡಿಕೊಳ್ಳಬೇಡ್ರಿ. പറയുടെ കീഴിലും വെക്കരുത്. ಯಾವುದೇ ಮಂಚ ಕೊಳದೊಳಗೆ ಇಟ್ಕೊಳ್ಬೇಡಿ. നിങ്ങളുടെ മുമ്പിൽ വിളക്ക് പോലെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ಬೆಳಕು ದೀಪ ಸ್ತಂಭದ ಮೇಲೆ ಹತ್ತಿ ಉರಿಯಲಿ. അനേകർ ഇത് കണ്ടുകൊണ്ടിരിക്കട്ടെ. ಅನೇಕರು ಇದನ್ನು ಕಾಣುತ್ತಾ ಇರಲಿ. ഹല്ലേലൂയ. ദൈവം സർവശക്തനാണ്. ದೇವರು ಸರ್ವಶಕ್ತನು. ഈ വിളക്ക് കെട്ടുപോയ യൂദാ ഗോത്രത്തിലെ ആഖാൻ, ಈ ಯೂದಾ ಗೋತ್ರದ ಆಗಾನ್, അവന് സംഭവിച്ചത് എന്താണ്? ಅವನಿಗೆ ಸಂಭವಿಸಿದೇನು? കുടുംബവും മക്കളും കന്നാലി മുഴുവൻ കൂടെ കല്ലിന്റെ കീഴിലായി പോയി. ಕುಟುಂಬವು ಮಕ್ಕಳು ಎಲ್ಲವೂ ಕಲ್ಲು ಕೆಳಗೆ ಆಗೋಯಿತು. എത്ര കഷ്ടം വന്നാലും, ಎಷ್ಟು ಕಷ್ಟ ಬಂದ್ರು, ഞെരുക്കം വന്നാലും, ಎಷ್ಟೇ ಇಕ್ಕಟ್ಟು ಬಂದ್ರು, ആരെല്ലാം തള്ളിക്കളഞ്ഞ ಯಾರೆಲ್ಲ ತಳ್ಳಿದರು, ദൈവം തള്ളുകയില്ല കേട്ടോ. ದೇವರು ತಳ್ಳುವುದಿಲ್ಲ. തള്ളുകയില്ല. ದೇವರು ತಳ್ಳುವುದಿಲ್ಲ. തള്ളിയെന്നിരിക്കും. ದೇವರು ಮನುಷ್ಯರು ഭർത്താവ് അമ്മ അപ്പനും ഒക്കെ തള്ളിയെന്നിരിക്കും. ಹೆಂಡತಿ ಗಂಡ ಮತ್ತು ತಂದೆ ತಾಯಿಗಳು ನಮ್ಮನ್ನು ತಳ್ಳಿ ಬಿಟ್ಟರು. കൂട്ടുകാരൊക്കെ വേണ്ടെന്ന് വെച്ച് പോകും. ಗೆಳೆಯರೆಲ್ಲ ನಮ್ಮನ್ನು ಬೇಡ ಅಂತ ಬಿಟ್ಟು വിളക്കുള്ളിലുള്ളവൻ, ಆದ್ರೆ ಕರ್ತನ ಬೆಳಕೊಳಗಿರುವನು ಯಾವಾಗಲೂ ಹೇಳುತ್ತಾನೆ, എന്നെ ഉപേക്ഷിക്കുവാൻ, എന്നെ തള്ളിക്കളവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ನನ್ನನ್ನು ತಳ್ಳಿ ಹಾಕಲಿಕ್ಕೆ ನನ್ನ ಕರ್ತನಿಗೆ ಸಾಧ್ಯ ಇಲ್ಲ. ಯೇಸುವಿನ ರಕ್ತದಲ್ಲಿ ಜಯ ಎಂಬುದಾಗಿ. ಹಲ್ಲೆಲೂಯ. സൗഭാഗ്യമായി നിങ്ങൾ ജീവിക്കുക. ಸೌಭಾಗ್ಯವಾಗಿ ಜೀವನ നിങ്ങൾ ಮಾಡಿ. അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുക. ಅನುಗ್ರಹದಿಂದ ಜೀವಿಸಿ. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുക. ಆರೋಗ್ಯದೊಂದಿಗೆ ಜೀವಿಸಿ. നിങ്ങൾ ധനസമൃദ്ധി ജീവിക്കുക. ധന ಸಮೃದ್ಧಿಯಲ್ಲಿ ആത്മാക്കളെ കൊണ്ട് നിറയപ്പെട്ട സഭയായിരിക്കട്ടെ. ആത്മಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟ നിങ്ങളുടെ ಸಭೆಯಾಗಿರಲಿ. ദർശനം നഷ്ടപ്പെടാതിരിക്കട്ടെ. ನಿಮ್ಮ ದರ್ಶನವನ್ನು ನಷ್ಟಪಡಿಸಿಕೊಳ್ಳಬೇಡಿ. നിങ്ങളുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടാതിരിക്കട്ടെ. ನಿಮ್ಮ ನೋಟವನ್ನು വളർച്ച ನಷ್ಟಪಡಿಸಿಕೊಳ್ಳಬೇಡಿ. ഉണ്ടാകട്ടെ. ಬೆಳವಣಿಗೆ ಉಂಟಾಗಲಿ. നിങ്ങൾ കാണുന്ന ശുഭഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ. ನೀವು ನೋಡುವಂತ ಶುಭ ಕಾರ್ಯಗಳು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಡೆಯಲಿ. സർവ്വശക്തനായ ദൈവം സകലത്തെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ಸರ್ವಶಕ್ತದ ದೇವರು ಸಕಲವನ್ನು ಅನುಗ್ರಹಿಸಲಿ ಎಂದು ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അപേക്ഷിച്ചുകൊണ്ട് ನಮಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ದೇವರು ನಿಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. ಆಮೇನ್.